ബാറക്കുമോർ. ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അഭിവന്ദ്യരായ തിരുമേനിമാരെ, വന്യ മാന്തോട്ടത്തിൽ ജോർജ് കോറപ്പിസ്കോപ്പ, മറ്റ് കോറപ്പിസ്കോപ്പമാരെ, വന്യ റമ്പാച്ചൻ, ബഹുമാനപ്പെട്ട വൈദിക സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ ശമ്മാശന്മാർ, മധുരഗാനങ്ങൾ മനോഹരമായി പാടുന്ന പ്രിയ ഗായക സംഘ അംഗങ്ങളെ, ദേശത്തിൻ്റെ തെക്ക് നിന്നും വടക്ക് നിന്നും കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ദൈവവചനം കേൾക്കുവാനുള്ള ആർത്തിയോടെ 2024 ആണ്ടിൻ്റെ സമാപന സന്ധ്യയിൽ ആഗതരായി ഈ അനുഗ്രഹിക്കപ്പെട്ട പന്തലിൽ കർത്താവിൻ്റെ പാദപീഠത്തിലിരിക്കുന്ന സ്നേഹമുള്ള വാത്സല്യമുള്ള ദൈവജനമേ, നിങ്ങളെല്ലാവർക്കും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമശിഹായുടെ പരിശുദ്ധവും പരിപാവനവുമായ പൊന്നു തിരുനാമത്തിൽ സന്ധ്യാവന്ദനം, സ്നേഹവന്ദനം അറിയിക്കട്ടെ. 1998 ആദ്യമായി പുത്തൻകുരിശ് മഹാസമ്മേളനത്തിൽ ബലഹീനനായി ഞാൻ തിരുവചനം ശുശ്രൂഷിക്കുന്നത്. അന്ന് കണ്ണൂർ ജില്ലയുടെ ഏറ്റവും അങ്ങേയറ്റത്ത് കോഴിച്ചാൽ പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുന്ന കാലത്താണ് ഇവിടെ വന്ന് ആ ശുശ്രൂഷ നിർവഹിച്ചത്. പിന്നീടുള്ള വർഷങ്ങളിലെല്ലാം തുടർച്ചയായി ദൈവത്തിൻ്റെ വചനം ഒരു ദിവസം ഈ പന്തലിൽ നിന്ന് ശുശ്രൂഷിക്കുവാൻ സഭയുടെ നേതൃത്വം എന്നെ ചുമതലപ്പെടുത്തുന്നു. കർത്താവ് അനുവദിക്കുന്നു. ദൈവത്തെ സ്തുതിക്കട്ടെ. പരിശുദ്ധ യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭയുടെ 35ാമത് സുവിശേഷ മഹായോഗത്തിൻ്റെ സമാപന സന്ധ്യയിൽ നാം ഈ ഒരുക്കപ്പെട്ട പന്തലിന് കീഴിൽ ഇരിക്കുമ്പോൾ, അരനൂറ്റാണ്ടുകാലം ഈ സഭയെ തൻ്റെ ചുമലിൽ വഹിച്ച് 2 പതിറ്റാണ്ട് ഈ സഭയുടെ സാരഥിയായിരുന്ന ഇതിനോടുമ്പാവും നെയ്ത് ശൂന്യതയിൽ നിന്ന് പൂർണ്ണതയിലേക്ക് ഈ സഭയെ നയിച്ച് ഈ പുണ്യപ്പെട്ട ദൈവാലയത്തിൽ അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ തന്നെ കർത്തൃസന്നിധിയിൽ പറുദീസയുടെ പരമാനന്ദത്തിൽ ദൈവ തിരുമുഖം കണ്ടുകൊണ്ട് ആരാധിക്കുകയും നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയും ചെയ്യുന്ന പുണ്യപിതാവായ ശ്രേഷ്ഠമോർ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവായുടെ ദീപ്തമായ സ്മരണയ്ക്ക് മുമ്പിൽ ശിരസ് നമിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട്, ബാവ ഈ ആത്മീയ ശുശ്രൂഷയിൽ കഴിഞ്ഞ നാളുകളിൽ എനിക്ക് നൽകിയിട്ടുള്ള ശക്തമായ പ്രോത്സാഹനവും കരുതലും ചേർത്ത് പിടിക്കലുമൊക്കെ അനുസ്മരിച്ചുകൊണ്ട് ഞാൻ വചന ശുശ്രൂഷയ്ക്കായിട്ട് ആഗ്രഹിച്ച് ദൈവസന്നിധിയിൽ ശരണപ്പെടട്ടെ. ഈ വർഷം നമ്മുടെ കൺവെൻഷൻ്റെ ചിന്താവിഷയമായി പരിശുദ്ധ സഭയുടെ സുന്നഹദോസ് ചിട്ടപ്പെടുത്തി ക്രമീകരിച്ചതും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം ഇവിടെ മുഴങ്ങിക്കേട്ടതുമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം, എന്നാൽ ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോടുപോലെയും കവിഞ്ഞ് ഒഴുകട്ടെ. ശുദ്ധമുള്ള ആമോസ് പ്രവചനം 5-ാം അധ്യായത്തിലെ 24-ാമത്തെ തിരുവചനം. സാമൂഹിക നീതിയുടെ പ്രവാചകനെന്ന് ചരിത്രത്തിൽ ഇടം പിടിച്ച ആമോസ് BC 8-ാം നൂറ്റാണ്ടിൽ സംസാരിച്ചു വെച്ചതായ ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയേറിയ ആഹ്വാനം, എന്നാൽ ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോടുപോലെയും കവിഞ്ഞ് ഒഴുകട്ടെ. അഭിവന്ദ്യരായ പിതാക്കന്മാരിലൂടെ എല്ലാ ദിവസവും ഇതേ സന്ദേശത്തെ വിവിധ ആംഗിളിൽ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ ദിവസവും ഇവിടെ സന്നിഹിതനാകാൻ കഴിഞ്ഞില്ലെങ്കിലും എല്ലാ ദിവസത്തെയും എല്ലാ സന്ദേശങ്ങളും വളരെ ശ്രദ്ധ വെച്ച് കേട്ട ഒരാളാണ് ഞാൻ. അതിൻ്റെ വെളിച്ചത്തിൽ ഈ സന്ദേശത്തിൻ്റെ മറ്റൊരു ചിത്രം നിങ്ങളുമായി പങ്കുവയ്ക്കണമെന്ന് ദൈവാത്മാവ് ഇന്നലെ എനിക്ക് പ്രബോധനം തരികയുണ്ടായി. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ച ആ ആത്മീയ ചിന്തയുടെ വളരെ ശക്തമായൊരു മേഖല ഇന്ന് അഭിവന്ദ്യനായ അന്തിമോസ് തിരുമേനി ഇവിടെ പറഞ്ഞു വച്ചപ്പോൾ വലിയ ആഹ്ലാദം തോന്നി. ഞാനിങ്ങനെ പറഞ്ഞു തുടങ്ങട്ടെ. അഖിലാണ്ഡത്തിൻ്റെ ഓരോ ഘടകത്തിനും അതതിൻ്റേതായ പ്രവർത്തനക്രമം സൃഷ്ടാവായ ദൈവം നിശ്ചയിച്ചിരിക്കുന്നു. സൂര്യനും ചന്ദ്രനും നക്ഷത്രജാലങ്ങൾക്കും അവയുടെ നിയമം. ആ നിയമം അവ തെറ്റിച്ചാൽ നിമിഷാർത്ഥത്തിനുള്ളിൽ പ്രപഞ്ചം പൊട്ടിത്തെറിക്കും. പക്ഷിമൃഗാദികൾക്ക് അവയുടെ നിയമമുണ്ട്. മാനവരാശിക്ക് അവയ്ക്കൊരു നിയമമുണ്ട്.
നിയമമനുസരിച്ചാൽ അതിൻ്റെ ക്ഷേമവും ലംഘിച്ചാൽ അതിൻ്റെ തിരിച്ചടികളുമുണ്ടാകും, തർക്കമില്ല. സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനും മനുഷ്യജീവിതത്തിൻ്റെ ഭദ്രതയ്ക്കും വേണ്ടി ദൈവമായ കർത്താവ് കൽപ്പിച്ചിട്ടുള്ള നിയമവും ക്രമവും അനുഷ്ഠിക്കാത്ത ഏത് ജനതയും അതിന് വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരും. ദൈവം കൽപ്പിച്ചിട്ടുള്ള നിയമവും ക്രമവും അനുഷ്ഠിക്കാത്ത ഏത് ജനതയും അതിന് വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരും. എല്ലാ നിയമങ്ങളും എല്ലാ ക്രമീകരണങ്ങളും മനുഷ്യൻ്റെ നന്മയ്ക്കു വേണ്ടിയാണ്. നിയമം മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ നിയമത്തിന് വേണ്ടിയല്ല. ശാബത്ത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ ശാബത്തിന് വേണ്ടിയല്ല എന്ന് പഠിപ്പിച്ച മശിഹ മുന്നിൽ നിൽക്കുന്നു. എല്ലാവരും നിയമത്തിന് കീഴിലാണ്. ആരും നിയമത്തിന് അതീതരല്ല. ഞാനുമല്ല, നിങ്ങളുമല്ല. ഏത് സ്ഥാനത്തിരിക്കുന്നവരാരായാലും നിയമത്തിന് അതീതരല്ല. എന്നാൽ ആമോസ് പ്രവാചകൻ ഇസ്രായേലിൽ പ്രവചനം നടത്തുന്ന കാലത്ത് രാജ്യത്തും സമൂഹത്തിലും നീതി നിർവഹണത്തിന് ഉത്തരവാദിത്വപ്പെട്ടവർ തന്നെ നീതി നിഷേധകരായി മാറിയ സാഹചര്യത്തിലാണ് അട്ടഹസിച്ച് ആമോസ് പ്രവാചകൻ സംസാരിക്കുന്നത്. പ്രവാചകൻ എന്ന വാക്കിൻ്റെ പല അർത്ഥങ്ങളിലൊരർത്ഥം ദൈവത്തിൻ്റെ നാവ് എന്നുള്ളതാണ്. ദൈവത്തിന് ജനത്തോട് പറയാനുള്ളത്, ദൈവത്തിന് വേണ്ടി ജനത്തോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ നാവാണ് പ്രവാചകൻ. പ്രവാചകൻ്റെ ശബ്ദത്തിലൂടെ മുഴങ്ങുന്നത് ദൈവത്തിൻ്റെ ശബ്ദമാണ്. പഴയ നിയമത്തിലെ ആമോസ് പ്രവാചകനും പുതിയ നിയമത്തിൻ്റെ ആരംഭത്തിലെ സ്നാപക യോഹന്നാനും തീയുണ്ടകൾ പോലെയുള്ള തിരുവചനങ്ങൾ കൊണ്ട് മനുഷ്യഹൃദയങ്ങളെ ഉഴുതുമറിച്ചവരാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, തിരിച്ചറിയുക, നീതി നിർവഹണത്തിന് ഉത്തരവാദിത്വപ്പെട്ടവർ തന്നെ നീതി നിഷേധകരായി തീർന്ന പശ്ചാത്തലത്തിലാണ്, നിയമവാഴ്ച ഉറപ്പുവരുത്തുവാൻ കടപ്പെട്ടവർ തന്നെ നീതി നിഷേധകരായി മാറിയ പശ്ചാത്തലത്തിലാണ് നീതിയും നിയമവും സമൂഹത്തിലെ അബലരായ ആശ്രിതരായ ഒരു വിഭാഗത്തിന്, ഒരളവിൽ പറഞ്ഞാൽ ഭരിക്കപ്പെടുന്നവർക്ക് അഥവാ സമൂഹത്തിലെ ഭൂരിപക്ഷത്തിന് മാത്രം ബാധകമായി തീരുന്ന ഒരവസ്ഥ സംജാതമായപ്പോഴാണ് ആമോസ് പ്രവാചകൻ തീ പോലുള്ള തിരുവചനങ്ങളുമായി ഇസ്രായേലിൽ ചുറ്റിത്തിരിഞ്ഞതും രാജകൊട്ടാരത്തിൻ്റെ മുമ്പിൽ നിന്ന് അട്ടഹസിച്ച് വിളിച്ചു പറഞ്ഞതും ഇവിടെ നീതി നിഷേധിക്കപ്പെടുന്നു, ദൈവം വല്ലാതെ അസ്വസ്ഥനായിരിക്കുന്നു, ദൈവീക നീതി വെല്ലുവിളിക്കപ്പെടുന്നു, ഇതിന് ഉത്തരം പറയണമെന്ന് ഇസ്രായേലിലെ രാജാവ് അത് കേട്ട് നടുക്കം മറച്ചു വെച്ചിട്ട് രാജാവ് ആമോസിനോട് പറയുന്നുണ്ട്, നീ തെക്കേ രാജ്യത്ത് ജനിച്ചവനാണ്, നീ യെരുശലേമിൽ ചെന്ന് പ്രവചിക്കുക, നീ എന്തിനാണ് ഇസ്രായേലിൽ ഇങ്ങനെ പ്രവചിക്കുന്നത്? അതിന് ആമോസിൻ്റെ മറുപടി ഇന്നലെയും മിനിഞ്ഞാന്നും 4-ാം നാളും നാം കേട്ടതാണ്. ഞാനൊരു പ്രവാചകനല്ല, പ്രവാചക പുത്രനുമല്ല, അങ്ങനൊരു പാരമ്പര്യവും എനിക്കില്ല. ഞാനൊരു ആട്ടിടയനാണ്. പഴം പെറുക്കി ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് അതുകൊണ്ട് ഉപജീവനം കഴിക്കുന്ന ഒരു പാവപ്പെട്ടവനാണ്. എൻ്റെ ദൈവം എന്നെ പിടിച്ചതുകൊണ്ട്, അവൻ എന്നെ ഹേമിച്ചതുകൊണ്ട്, അവൻ എൻ്റെ അന്തരംഗത്തിൽ തീ കത്തിച്ചതുകൊണ്ട്, അവൻ എൻ്റെ നാവിനെ ചലിപ്പിച്ചതുകൊണ്ട് എനിക്ക് സംസാരിക്കാതിരിക്കാനാകില്ല. ഇവിടെ വന്നിത് പറയണമെന്നത് ദൈവകൽപ്പനയാണ്. അവൻ്റെ ആത്മാവ് എന്നെ ഹേമിച്ചിരിക്കയാൽ അവൻ എന്നെ ഹോമിക്കാതിരിപ്പാൻ ഞാനിത് പറഞ്ഞേ മതിയാകൂ. ദൈവമക്കളെ, അഭിമന്യനായ അന്ത്യോമോസ് തിരുമേനി പറഞ്ഞതുപോലെ അന്നത്തെ കാലാവസ്ഥയിൽ നിന്ന്, അന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ നിന്ന്, അന്നത്തെ മനോഭാവത്തിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഇന്നത്തെ സമൂഹത്തിലും ഇന്നത്തെ സാഹചര്യത്തിലുമുള്ളത്? അന്നത്തെ സാമ്പത്തിക സ്ഥിതിയേക്കാൾ ശ്രേഷ്ഠമായ സാമ്പത്തിക സ്ഥിതി ഇന്നുണ്ട്. അന്നത്തെ സാമൂഹിക പശ്ചാത്തലത്തിനേക്കാൾ ശ്രേഷ്ഠമായ സാമൂഹിക പശ്ചാത്തലം ഇന്നുണ്ട്. അന്നത്തേതിനേക്കാൾ അധികം വഷളത്വം ഇന്നുണ്ട്. അന്നത്തേതിനേക്കാൾ അധികം നീതി നിഷേധം ഇന്ന് നടമാടുന്നുണ്ട്. അന്നത്തേതിനേക്കാൾ ഇന്ന് ഈ പ്രവചനം ശക്തമാണ്, പ്രസക്തമാണ്. അതുകൊണ്ട് ഇങ്ങനൊരു ചിന്താവിഷയം 2025 ആണ്ടിലെ അഖിലമലങ്കര സുവിശേഷ മഹായോഗത്തിന് തിരഞ്ഞെടുത്ത ഈ സഭയുടെ വിശുദ്ധ പിതാക്കന്മാരുടെ മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് ഞാനിതിൻ്റെ തുടർചിന്തകൾ പങ്കുവയ്ക്കട്ടെ. സമത്വം നഷ്ടപ്പെടുന്നു, ദൈവീകത നഷ്ടപ്പെടുന്നു, നീതി ചോദ്യം ചെയ്യപ്പെടുന്നു, അനീതി പെരുകുന്നു,
വേട്ടക്കാർ സംരക്ഷിക്കപ്പെടുന്നു, ഇരകൾ വീണ്ടും വീണ്ടും വേട്ടയാടപ്പെടുന്നു. ആവർത്തിക്കട്ടെ, വേട്ടക്കാർ സംരക്ഷിക്കപ്പെടുന്നു, ഇരകൾ വീണ്ടും വീണ്ടും വേട്ടയാടപ്പെടുന്നു. കുഴപ്പം നിയമത്തിൻ്റേതല്ല, നിയമം ക്രമപ്പെടുത്തിയവരുടേതുമല്ല. എല്ലാ നിയമവും എല്ലാ നീതിയും നിഷ്കർഷിക്കുന്ന ദൈവത്തിൻ്റേതുമല്ല കുഴപ്പം. പിന്നെ അത് പാലിച്ച് നടപ്പിലാക്കുവാൻ കടപ്പെട്ടവരുടേതാണ് കുഴപ്പം. അത് പാലിച്ച് നടപ്പിലാക്കുവാൻ കടപ്പെട്ടവരുടേതാണ് കുഴപ്പം. സത്യമായി പറഞ്ഞാൽ അത് തന്നെയാണ് കുഴപ്പം. അതെൻ്റെ കുഴപ്പമാണ്, അത് നിങ്ങളുടെ കുഴപ്പമാണ്, അത് നമ്മുടെ കുഴപ്പമാണ്, നമ്മൾ ഉണ്ടാക്കുന്ന കുഴപ്പമാണ്. ഞാനാണതിൻ്റെ ഉത്തരവാദി. ആമോസ് പ്രവാചകൻ വിരൽ ചൂണ്ടി സംസാരിക്കുന്നത് എന്നോടാണ്. ഞാനാണിതിലെ ഒന്നാം പ്രതി. ഇതാണ് എന്നെ തിക്കുന്ന വികാരം. ഈ പ്രസംഗമെന്ന് കടലാസിൽ കുറിക്കുന്ന സമയത്ത് എൻ്റെ ഹൃദയത്തിൽ തീ കത്തുന്നുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലും തീ കത്തുന്നുണ്ടാകണം. ഞാനാണ് ഉത്തരവാദി. ഈ പ്രവചനം എന്നോടുള്ളതാണ്. ഞാനാണ് തിരുത്തപ്പെടേണ്ടത്. എന്നിലാണ് മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത്. എന്നെ നോക്കിയാണ് ദൈവം സംസാരിക്കുന്നത്. എന്നിൽ നിന്ന് ദൈവം എന്തോ എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കിരാതരെന്ന സമൂഹം വിളിച്ച നരഭോജികളായ കാട്ടുജാതിക്കാർക്ക് പോലും അവരുടേതായ നിയമമുണ്ട്. അവരത് പാലിക്കുകയും ചെയ്യുന്നു. മൃഗങ്ങൾക്ക് അവയുടേതായ നിയമമുണ്ട്. വേട്ടയാടുന്നതിനും പാർപ്പിടമുണ്ടാക്കുന്നതിനും ഇണചേരുന്നതിനും അവ നിയമം പാലിക്കുന്നു. എന്നാൽ മനുഷ്യൻ അത് മറക്കുന്നു, മനഃപൂർവ്വം മറക്കുന്നു, അതിനെ നിഷേധിക്കുന്നു. ഒരു നീതിയുമില്ലാതെ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്നു. ഒരു നിയമവും പാലിക്കാത്ത, അത് ലംഘിക്കുവാനുള്ളതാണെന്ന് ചിന്തിക്കുന്ന, നിയമലംഘനത്തെ തൻ്റെ അവകാശമായി അഹങ്കാരത്തോടെ കാണുന്ന ഞാനാണ് ഇവിടുത്തെ കുറ്റവാളി. ഈ പ്രവചനത്തിലെ തീയുണ്ട പോലെയുള്ള തീവചനങ്ങൾ എൻ്റെ ചങ്കിലാണ് ഇന്ന് തറച്ചു കയറുന്നത്. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ചിന്താ വിഷയത്തെക്കുറിച്ച് നാം ഇനി ധ്യാനിക്കേണ്ടത്. സമൂഹത്തിലെ മനുഷ്യരിൽ 4 തരം മനോഭാവങ്ങളുണ്ടെന്ന് ഒരിക്കൽ എവിടെയോ വായിച്ചത് ഞാൻ ഓർക്കുന്നു. അതിലൊന്നാമത്തെ മനോഭാവം ഇതാണ്. ഒരാൾ വേറൊരാളോട് പറയുന്നു, സ്നേഹിത, എൻ്റേതെല്ലാം എൻ്റേതാണ്, നിൻ്റേതെല്ലാം നിൻ്റേതാണ്. എൻ്റേതൊന്നും ഞാൻ നിനക്ക് തരികയില്ല, നിൻ്റേതൊന്നും എനിക്ക് തരികയും വേണ്ട. എൻ്റേതിന് നീ മോഹിക്കരുത്, നിൻ്റേത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റേതെല്ലാം എൻ്റേതാണ്, നിൻ്റേതെല്ലാം നിൻ്റേതുമാണ്. രണ്ടാമത്തെ ചിന്താഗതി വേറൊരു വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് അവതരിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാഴ്ചപ്പാട് ഇങ്ങനെയാണ് പറയുന്നത്: ഹേ മനുഷ്യ, എൻ്റേതെല്ലാം എൻ്റേതാണ്, എൻ്റേതെല്ലാം എൻ്റേത് മാത്രമാണ്, നിൻ്റേതും എൻ്റേതാണ്. അവിടെ അനീതി നടമാടുകയാണ്. എൻ്റേതെല്ലാം എൻ്റേതാണ്, നിൻ്റേതും എൻ്റേതാണ്. അവിടെയാണ് അതിക്രമങ്ങൾ നടമാടുന്നത്. അവിടെയാണ് അതിപ്രസരങ്ങൾ ഉണ്ടാകുന്നത്. അവിടെയാണ് കൊള്ള നടക്കുന്നത്. അവിടെയാണ് വേട്ടയാടലുകൾ നടക്കുന്നത്. അവിടെയാണ് കള്ളപ്രമാണങ്ങൾ ഉണ്ടാക്കുന്നത്. അവിടെയാണ് കള്ളയൊപ്പുകൾ വയ്ക്കുന്നത്. അവിടെയാണ് നീതി നിഷേധിക്കപ്പെടുന്നത്. എൻ്റേതെല്ലാം എൻ്റേതാണ്, നിൻ്റേതും കൂടെ എൻ്റേതാണെന്ന് പറയുന്ന ഒരു മനോഭാവമുള്ള മനുഷ്യൻ. ഈ സമൂഹത്തിൽ എൻ്റെ പൊസിഷൻ എന്താണെന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനും നിങ്ങളും വിലയിരുത്തുന്നത് നല്ലതാണ്. മറ്റുള്ളവരെന്നും നമ്മെ വിലയിരുത്തിക്കൊണ്ടിരിക്കും. നാം ഒരിക്കലും നമ്മെ വിലയിരുത്താതെയിരിക്കും. നമ്മുടെ പ്രധാനപ്പെട്ട ജോലി മറ്റുള്ളവരെ വിലയിരുത്തുന്നതാണ്. എന്നാൽ ദൈവം എന്നെ വിലയിരുത്തുന്നുണ്ടെന്ന് എപ്പോഴെങ്കിലും ഒന്നോർക്കാനുള്ള വിവേകം എനിക്കും നിങ്ങൾക്കും ഉണ്ടായാൽ തിരുത്തപ്പെടൽ എത്രയോ എളുപ്പത്തിൽ സാധിക്കുമായിരുന്നു, പ്രിയപ്പെട്ടവരെ. അപ്പോൾ രണ്ടാമത്തെ മനോഭാവം ഈ സമൂഹത്തിൻ്റെ മുഖചിത്രമായി മാറുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഞാനതിൽ വേട്ടക്കാരനാണോ ഇരയാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു.
മൂന്നാമതൊരു ചിന്താഗതിയുണ്ട് മനുഷ്യ സമൂഹത്തിൽ. അതിങ്ങനെയാണ് പറഞ്ഞു വയ്ക്കുന്നത്: സ്നേഹിത, നിൻ്റേതെല്ലാം നിൻ്റേതെല്ലാം നിൻ്റേതാണ്, എൻ്റേതും കൂടെ നിൻ്റേതാണ്. അവിടെ ആത്മീയത, അവിടെ മാനുഷികത, അവിടെ ദൈവീകത, അവിടെ ധാർമ്മികത, അവിടെ നീതിബോധം അലയടിക്കുകയാണ്. മുട്ടുള്ളവനെ നോക്കി പറയുന്നു: സ്നേഹിത, നിൻ്റേതെല്ലാം നിൻ്റേതാണ്, ആവശ്യമെങ്കിൽ എൻ്റേതും നിൻ്റേതാണ്, ഞാനും നിനക്കുള്ളതാണ്, എൻ്റെ സമ്പത്തും നിനക്കുള്ളതാണ്, എൻ്റെ അറിവും എൻ്റെ കഴിവും എൻ്റെ സാമർഥ്യവും എൻ്റെ സാധ്യതകളും എനിക്കുള്ളതെല്ലാം നിനക്ക് ഞാൻ പങ്കുവയ്ക്കാം. നിൻ്റേതെല്ലാം നിൻ്റേതാണ് സ്നേഹിത, വേണമെങ്കിൽ എൻ്റേതും നിൻ്റേതാണ്. ഈ ദർശനത്തിലെത്തുമ്പോഴാണ് ഒരു മനുഷ്യൻ ദൈവത്തെ കണ്ടെത്തുന്നത്. ഈ ദർശനത്തിലെത്തുമ്പോഴാണ് ഒരു മനുഷ്യൻ ആത്മീയനാകുന്നത്. ഈ ദർശനത്തിലെത്തുമ്പോഴാണ് ഒരാൾ നീതിമാനാകുന്നത്. ഈ ദർശനത്തിലെത്തുമ്പോഴാണ് ഒരാളിൽ നീതിബോധം ജ്വലിക്കുന്നത്. നമ്മളെവിടെ നിൽക്കുന്നു? ഇനി ഇത് മൂന്നുമല്ലാതെ നാലാമതൊരു ചിന്താഗതി മനുഷ്യർക്കിടയിൽ ഉണ്ടാകണം. അതെന്താണെന്ന് വെച്ചാൽ, സ്നേഹിത, എൻ്റേതായിട്ടൊന്നുമില്ല, നിൻ്റേതായിട്ടും ഒന്നുമില്ല, എനിക്കൊന്നുമില്ല, നിനക്കൊന്നുമില്ല, ഞാനൊന്നുമല്ല, നീയൊന്നുമല്ല, എല്ലാം ദൈവത്തിൻ്റേതാണ്. ദൈവം ഉളവാക്കിയതാണ്. സർവാധികാരി ദൈവമാണ്. അവനാണ് ജനിപ്പിച്ചത്, അവനാണ് വളർത്തിയത്, അവനാണ് പുലർത്തുന്നത്, അവനാണ് നിലനിർത്തുന്നത്. സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവ് അവനാണ്. ഞാനിവിടെ ആരുമല്ല, നീ ഇവിടെ ആരുമല്ല, ഞാനിവിടെ ഒന്നുമല്ല, നീ ഇവിടെ ഒന്നുമല്ല, എല്ലാം പ്രപഞ്ചശില്പിയായ ദൈവമാണ്. അവനിലാണ് കേന്ദ്രീകരിക്കപ്പെടുന്നത്. ഞാനും നീയും ഇവിടെ കേവലം പ്രവാസികൾ മാത്രമാണ്. എത്ര മധുരമായി, എത്ര ശക്തമായി, എത്ര ആഴമായി ദൈവത്തിൻ്റെ ആത്മാവ് ഈ രാത്രി നമ്മോട് വാദിച്ചു കൊണ്ടിരിക്കുന്നു. സ്നേഹിതരെ, ഈ ചിന്തകളെല്ലാം പശ്ചാത്തലത്തിൽ വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ചിന്താവിഷയത്തിൻ്റെ കുറച്ചുകൂടെ വിപുലമായ ഇടങ്ങളിലേക്ക് നമ്മുടെ ഈ ചിന്തകളെ കൊണ്ടുപോകാം. ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോടുപോലെയും ഒഴുകട്ടെ. ഒഴുക്കിനെ കുറിച്ച് അഭിവന്ദ്യനായ അന്തിമോസ് തിരുമേനി അല്പം മുമ്പ് സൂചിപ്പിച്ചല്ലോ. വെള്ളം ശുദ്ധി വരുത്തുന്നതാണ്, വെള്ളം പോഷണം പകരുന്നതാണ്, വെള്ളം ദാഹം ശമിപ്പിക്കുന്നതാണ്, വെള്ളം ഒരനിവാര്യതയാണ്. അത് ഒഴിച്ചാൽ ഒഴുകുന്നതാണ്. ഒഴുകുന്ന വെള്ളത്തിൽ അഴുക്കില്ല, കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ അഴുക്കുണ്ട്. അതുകൊണ്ടാണ് ഒഴുകട്ടെ എന്ന് പറഞ്ഞത്. നദികളിലും പുഴകളിലുമൊക്കെ വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോകുന്നു. വർഷം പെയ്യുമ്പോൾ അത് കൂലം കുത്തി ഒഴുകുന്നു. ഈ പുഴയ്ക്കടിയിൽ കിടക്കുന്ന കല്ലുകളിലെ പായലും ചെളിയുമെല്ലാം കുത്തി ഇളക്കിക്കൊണ്ടാണ് കലങ്ങി മറിഞ്ഞ് പുഴകൾ ഒഴുകുന്നത്. എന്നാൽ മഴ ശമിച്ചു കഴിഞ്ഞാൽ, ഒഴുക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ, ഒഴുക്കിൻ്റെ ശക്തി ശാന്തമായി കഴിഞ്ഞാൽ, ശാന്തമായി ഒഴുകുന്ന വെള്ളത്തിനടിയിൽ കിടക്കുന്ന കല്ലുകളിൽ പായൽ പിടിക്കും, ചെളി കൂടും. അങ്ങനെയുള്ള പുഴകൾ നടന്ന് അപ്പുറേക്ക് കടക്കുമ്പോൾ നമ്മുടെ കാലുകൾ വഴുതാൻ സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒഴുകുന്ന വെള്ളമാണ് ജീവനുള്ള വെള്ളം. ഒഴുകുന്ന വെള്ളമാണ് ശുദ്ധി വരുത്തുന്ന വെള്ളം. തിരിച്ചറിയുക, ഇവിടെ ഒഴുക്കിനെ കുറിച്ചാണ് ആമോസ് പ്രവാചകനിലൂടെ ദൈവാത്മാവ് സംസാരിക്കുന്നത്. ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്തതോടുപോലെയും ഒഴുകിയൊരു കാലം എന്നെങ്കിലും ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ? ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോടുപോലെയും ഒഴുക്കിയ ആരെങ്കിലും ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ആരാണത് എന്ന് മാത്രമല്ല, അത് നടപ്പിലാക്കിയത് എങ്ങനെയാണ്? ഈ ചോദ്യങ്ങൾക്ക് ഇന്ന് രാത്രി ഉത്തരം കണ്ടെത്തണം മക്കളെ. ഉത്തരമുണ്ട്. എന്താണതിൻ്റെ ഉത്തരം? ഉണ്ടെന്ന് തന്നെയാണ് ഉത്തരം. എങ്കിലത് ആരാണ്?
ആരാണത് നടപ്പിലാക്കിയത് എങ്ങനെയാണ്? ഉത്തരം, അത് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവാണ് നടപ്പിലാക്കിയത്. അവനാണ് സകല നീതിയും നിവർത്തിയാക്കിയത്. അവനാണ് ന്യായവും നീതിയും നദി പോലെ ഒഴുകുമാറാക്കിയ ഏക വ്യക്തി. തൻ്റെ ചങ്കു തുറന്ന് ചോരയും ജലവും ഒഴുക്കി അത് പാനം ചെയ്യുവാൻ പാപങ്ങൾക്ക് ദാനമായി കൊടുത്തിട്ട്, ഇത് ജീവജലത്തിൻ്റെ നദിയാണ്, എന്നിൽ നിന്നാണത് പുറപ്പെടുന്നതെന്ന് വിളംബരം ചെയ്തവൻ. കൂടാരപ്പെരുന്നാളിൻ്റെ പ്രധാന ദിവസം ജെറുസലേം ദേവാലയത്തിൽ മശിഹ എഴുന്നള്ളി നിൽക്കുമ്പോൾ ജലധാരയുടെ ശുശ്രൂഷ നടക്കുകയാണ്. താഴ്വാരത്തിലുള്ള ശീലാഹമംകുളത്തിൽ നിന്ന് പുരോഹിതവർഗത്തിൽപ്പെട്ടവർ തലച്ചുമടായി കൊണ്ടുവരുന്ന ആയിരക്കണക്കിന് കുടം വെള്ളം യെരുശലേം ദേവാലയത്തിലെ യാഗപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിച്ചത് ദൈവാലയത്തിനുള്ളിലൂടെ പുഴ പോലെ ഒഴുകി വീണ്ടും താഴ്വരയിൽ ശീലാഹാം കുളത്തിലേക്ക് പോകുന്ന കാഴ്ച കണ്ടിട്ട് ജലധാര ഒഴുക്കുന്നവരെ നോക്കി ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ മശിഹ നിന്നുകൊണ്ട് അട്ടഹസിച്ച് വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്നവരേവരുമേ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കുവീൻ, ഞാനാണ് ജീവജലത്തിൻ്റെ നീരുറവ. ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോടുപോലെയും നിലയ്ക്കാതെ ഒഴുക്കിയവൻ, ഇപ്പോഴും ഒഴുക്കിക്കൊണ്ടിരിക്കുന്നവൻ കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു മാത്രമാണ്. ത്രിവിധ നീതികളാണ് യേശുക്രിസ്തു തന്നിൽ നിവർത്തിയാക്കിയത്. ത്രിവിധ നീതികളാണ് യേശുക്രിസ്തു തന്നിൽ നിവർത്തിയാക്കിയത്. 1, ധാർമ്മിക നീതി. 2, സാമൂഹിക നീതി. 3, ദൈവീക നീതി. സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ 3-നെക്കുറിച്ചും ചുരുക്കമായി നിങ്ങളോട് പങ്കുവച്ചിട്ട് അച്ഛൻ ഈ ശുശ്രൂഷ പൂർത്തിയാക്കിക്കൊള്ളാം. ഒന്നാമത്തേത് ധാർമ്മിക നീതി. ധാർമ്മികമായി നീതി നിഷേധിക്കപ്പെട്ട ആയിരങ്ങൾ അന്നും ഇന്നും ഈ സമൂഹത്തിലുണ്ട്. അവരോട് യേശുക്രിസ്തുവിൻ്റെ നിലപാടെന്തായിരുന്നു? ദൈവത്തിൻ്റെ നിലപാടെന്തായിരുന്നു? പുരുഷമേധാവിത്വത്തിൻ്റെ മതമെന്ന് ചരിത്രത്തിൽ ഇടം പിടിച്ച മതമാണ് യഹൂദമതം. യഹൂദമതത്തിൽ സ്ത്രീ എന്നും പാർശ്വവൽക്കരിക്കപ്പെട്ടവളാണ്. സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ ഒരിക്കലും സ്ത്രീ പരിഗണിക്കപ്പെട്ടിരുന്നില്ല. ഉന്നത സ്ഥാനങ്ങളൊന്നും സ്ത്രീക്ക് നൽകപ്പെട്ടിരുന്നില്ല. എന്തിന്? തങ്ങളുടെ പാരമ്പര്യം അടയാളപ്പെടുത്തുവാൻ യഹൂദന്മാർ മറക്കാതെ രേഖപ്പെടുത്തിയിരുന്ന വംശാവലികൾ എഴുതുമ്പോൾ അതിലൊരു സ്ത്രീയുടെ പേര് യഹൂദന്മാർ ഉൾപ്പെടുത്തിയിരുന്നില്ല. അത് മനഃപൂർവ്വമാണ്. സ്ത്രീയല്ല, പുരുഷനാണ് ഇവിടുത്തെ വിശേഷപ്പെട്ട വ്യക്തി എന്നതിൻ്റെ അടയാളപ്പെടുത്തൽ കൂടെയായിരുന്നു അവർക്കത്. അതാണ് പറഞ്ഞത് ഒരു പുരുഷമേധാവിത്വത്തിൻ്റെ മതമായിരുന്നുവെന്ന്. എന്നാൽ യഹൂദമതത്തിൻ്റെ രാജാവും യഹൂദായുടെ സിംഹവുമായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി രേഖപ്പെടുത്തുമ്പോൾ അതിൽ 5 സ്ത്രീകളുടെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ജനനപ്പെരുന്നാളിന് മുമ്പുള്ള ഞായറാഴ്ച നമ്മുടെയൊക്കെ ദൈവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് ഏവൻഗേലിയോൻ വായിക്കുന്നത് ശുദ്ധമുള്ള മത്തായി എഴുതിയ രക്ഷാസുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 17 വരെ തിരുവചനങ്ങളാണ്. സാധാരണ നിലയിൽ നമ്മളാരും വായിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു വേദഭാഗം. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു, ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യഹൂദയെയും അവൻ്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു എന്ന് പറയുന്നിടം വരെ നമുക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലാകും. എന്നാൽ ശേഷം പറയുന്ന വായിൽ കൊള്ളാത്ത, ഉച്ചരിക്കാൻ പ്രയാസമുള്ള പേരുകളുടെ പട്ടിക പരമ്പരയായി നിരത്തിയിട്ടുള്ള ഈ വേദഭാഗം, വേദപുസ്തകം കയ്യിൽ കിട്ടിയാൽ ശ്രദ്ധ വെച്ച് വായിക്കുന്ന ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ അതൊരു അത്ഭുതമാണ്. സാധാരണ നിലയിൽ ഈ വേദഭാഗം വായിക്കാൻ കിട്ടിയാൽ കൂസലില്ലാതെ ആ പേജ് മറിച്ചിട്ട് അടുത്ത പേജ് വായിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം പേരും. അല്ലാത്ത ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മാപ്പാക്കണം. ദൈവമക്കളെ, എന്തിനാണ് ഈ വേദഭാഗം വേദപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയതെന്ന് എൻ്റെ ബാല്യകൗമാരകാലത്ത് ഞാനും ചോദിച്ചിട്ടുണ്ട് പലവട്ടം. ഇതൊന്ന് വായിക്കാൻ എന്നാ ബുദ്ധിമുട്ടാണ് എന്ന്. മഹാത്മാഗാന്ധിയുടെ മേശപ്പുറത്ത് അടയ്ക്കാതെ തുറന്നു വെച്ച ഒരു പുസ്തകമുണ്ടായിരുന്നു. ഒരു പുസ്തകമേ ഉണ്ടായിരുന്നുള്ളൂ. അത് വിശുദ്ധ ബൈബിളായിരുന്നു. തുറന്നു വെച്ചിരുന്നത് മശിഹായുടെ ഗിരിപ്രഭാഷണ ഭാഗങ്ങളായിരുന്നു.
വേദപുസ്തകം അനേകവട്ടം ആർത്തിയോടെ വായിച്ച മഹാത്മാഗാന്ധി ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു വച്ചിട്ടുണ്ട്, ബൈബിൾ വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇതുപോലെ ഞാൻ ആസ്വദിച്ചും ആനന്ദിച്ചും വായിച്ചിട്ടുള്ള മറ്റൊരു ഗ്രന്ഥമില്ല. പക്ഷേ അതിനകത്തൊരു പുസ്തകം വായിക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. അത് സംഖ്യാപുസ്തകമാണ്. ആ പുസ്തകം മുഴുവനും ഈ വംശാവലികളാണല്ലോ പരമ്പരയായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, വായിക്കാൻ താല്പര്യപ്പെടാത്ത ഈ വേദഭാഗത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് ഇന്ന് രാത്രി നാം അറിഞ്ഞിട്ട് മടങ്ങണം. അതിനകത്ത് 5 സ്ത്രീകളുടെ പേര് പരാമർശിച്ചിട്ടുണ്ട്. ഈ 5 സ്ത്രീകൾ സമൂഹത്തിലെ 5 മുഖചിത്രങ്ങളാണ്, പരിച്ഛേദങ്ങളാണ്. ഒന്നാമത്തെ പേരുകാരി താമാർ, രണ്ടാമത്തെ പേരുകാരി റാഹാബ്, മൂന്നാമത്തെ പേര് പറഞ്ഞിട്ടുള്ള സ്ത്രീ രൂത്ത്, നാലാമത്തെ പേരുകാരി ബർശബ, അഞ്ചാമത്തെ പേര് സ്ത്രീരത്നങ്ങളിൽ മഹിളകളിൽ മാണിക്യമായ പരിശുദ്ധ കന്യകമറിയ. ഇതിൽ ആദ്യം പേര് പറഞ്ഞ 4 സ്ത്രീകൾ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ്, പുറന്തള്ളപ്പെട്ടവരാണ്, ഭ്രഷ്ടരെന്ന് മുദ്രകുത്തപ്പെട്ടവരാണ്, പുറത്തു നിർത്തപ്പെട്ടവരാണ്, വഞ്ചിക്കപ്പെട്ടവരാണ്, ചതിക്കപ്പെട്ടവരാണ്, ചൂഷണം ചെയ്യപ്പെട്ടവരാണ്. ലോകം അവരെ അങ്ങനെ നീക്കി നിർത്തിയപ്പോൾ ദൈവം അവരെ എങ്ങനെ കണ്ടു എന്നുള്ള നീതി നടപ്പിലാക്കാനുള്ള ദൈവത്തിൻ്റെ നീതിയുടെ ത്വരയാണ് ഇവിടെ നാം വെളിപ്പെട്ട് കാണുന്നത്. ഒന്നാമത്തെ പേരുകാരി താമാർ, അബ്രഹാമിൻ്റെ പുത്രനായ ഇസഹാക്കിൻ്റെ പുത്രനായ യാക്കോബിൻ്റെ പുത്രനായ യഹൂദായുടെ മൂത്ത മകൻ്റെ ഭാര്യയായിരുന്നു താമാർ. താമാറിനെ വിവാഹം കഴിച്ച പുരുഷൻ മക്കളുണ്ടാകും മുമ്പ് മരിച്ചുപോയി. അവരുടെ പാരമ്പര്യമനുസരിച്ച് മൂത്ത മകൻ മക്കളില്ലാതെ മരിച്ചാൽ രണ്ടാമത്തെ മകൻ ജ്യേഷ്ഠ ഭാര്യയെ വിവാഹം കഴിച്ച് മരിച്ചുപോയ ജ്യേഷ്ഠനു വേണ്ടി മക്കളെ ജനിപ്പിക്കണം. രണ്ടാമത്തെ പുത്രനോട് യഹൂദ ഈ കാര്യം പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് മനസ്സില്ല, ജ്യേഷ്ഠ ഭാര്യയെ വിവാഹം കഴിക്കാൻ എനിക്ക് മനസ്സില്ല. ആകെ പ്രശ്നമായി. അപ്പോൾ ഈ താമാർ കരയുവാൻ തുടങ്ങി. യഹൂദ അവളെ ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു, നീ സങ്കടപ്പെടേണ്ട, എനിക്ക് മൂന്നാമതൊരു മകനുണ്ട്, അവൻ കൊച്ചുകുട്ടിയാണ്, അവന് പ്രായപൂർത്തിയാകുമ്പോൾ ഞാൻ അവനെ നിനക്ക് ഭർത്താവായിട്ട് തരാം, നീ കാത്തിരിക്കണം. അവൾ പാതിവൃത്യഭംഗം വരാതെ തനിക്കൊരു ഭർത്താവിനെ കിട്ടുവാൻ പ്രാർത്ഥനാപൂർവം കാത്തിരുന്നു. നാളുകളേറെ കഴിഞ്ഞു. ഇളയ മകന് പ്രായപൂർത്തിയായി, അവന് വിവാഹപ്രായമായി. അവന് വിവാഹം ആലോചിച്ചു, അവന് വിവാഹം കഴിപ്പിച്ചു യഹൂദ. പക്ഷേ തൻ്റെ മരുമകൾ വിധവയായി. ആ അമ്മാവിയപ്പൻ്റെ വാക്ക് വിശ്വസിച്ച് കാത്തു നിൽക്കുന്നത് യഹൂദ മനഃപൂർവ്വം മറന്നു കളഞ്ഞു. അവൾ ചതിക്കപ്പെട്ടു, അവൾ വഞ്ചിക്കപ്പെട്ടു, അവൾക്ക് നീതി നിഷേധിക്കപ്പെട്ടു. ഈ സമൂഹത്തിലെ ചതിക്കപ്പെട്ടവരുടെയും വഞ്ചിക്കപ്പെട്ടവരുടെയും നീതി നിഷേധിക്കപ്പെട്ടവരുടെയും പ്രതീകമായി, പ്രതിനിധിയായി താമാർ ഇവിടെ നിൽക്കുകയാണ്. എന്നാൽ സ്വർഗത്തിൽ ദൈവം അവൾക്ക് നീതി നടത്തിക്കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അത് നല്ല നടപടിയായി നമുക്ക് തോന്നുന്നില്ല എങ്കിലും അതിനകത്തൊരു ദൈവീക ഇടപെടലുണ്ടായിരുന്നു. ഓർക്കുക, യഹൂദ ദൂരദേശത്ത് ഒരു യാത്ര പോയി മടങ്ങി വരുന്ന സമയം ബാല്യക്കാരനോട് ചോദിച്ചറിഞ്ഞ് പെരുവഴിയോരത്ത് മൂടുപടം ധരിച്ചവൾ ഇരുന്നു. അന്നത്തെ കാലത്ത് സന്ധ്യാസമയത്ത് പെരുവഴിയോരത്ത് മൂടുപടം ധരിച്ചിരിക്കുന്നത് വേശ്യാസ്ത്രീകളാണ്. യഹൂദ യാത്ര കഴിഞ്ഞ് മടങ്ങി വന്ന് തൻ്റെ വീട്ടിൽ നിന്നൊരുപാട് ദൂരെയല്ലാതെ പെരുവഴിയോരത്ത് മൂടിപ്പുതച്ചിരിക്കുന്ന സ്ത്രീയെ കണ്ടിട്ട് അവളോട് ചോദിക്കുന്നു, ഞാൻ നിന്നോടുകൂടെ ശയിക്കട്ടെയോ? അവൾ പറഞ്ഞു, വിരോധമില്ല, പക്ഷേ നീ എനിക്ക് പ്രതിഫലം തരണം. എന്ത് പ്രതിഫലമാണ് വേണ്ടത്? 1 വയസ്സ് പ്രായമുള്ളൊരു ആട്ടിൻകുട്ടിയെ വേണം. ഞാൻ യാത്ര കഴിഞ്ഞു വരികയാണ്, എൻ്റെ കയ്യിൽ ആട്ടിൻകുട്ടിയില്ല. എങ്കിൽ നിൻ്റെ വിരലിൽ കിടക്കുന്ന മോതിരവും മോതിരത്തിൽ കെട്ടിയ ചരടും നിൻ്റെ കയ്യിലിരിക്കുന്ന വടിയും എനിക്ക് പണയം തരിക. അവൻ അത് ഊരിക്കൊടുത്തു. ഈ കാര്യവും നടത്തി അവൻ മടങ്ങിപ്പോയി. ആട്ടിൻകുട്ടിയെ കൊടുത്തയച്ചെങ്കിലും അവിടെങ്ങും അവളെ കണ്ടെത്താൻ ബാല്യക്കാരന് കഴിഞ്ഞില്ല. ചരിത്രം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകുമല്ലോ. അവൻ തിരിച്ചു ചെന്ന് പറഞ്ഞു, യജമാനനെ, നാടാകെ പരതി അങ്ങനൊരു സ്ത്രീയെ ഞാൻ കണ്ടില്ല. നീ നോക്കാഞ്ഞിട്ടായിരിക്കും, കണ്ടില്ല. എങ്കിൽ പോകട്ടെ എന്നായി. നാളുകൾ കഴിഞ്ഞപ്പോൾ യഹൂദ കേട്ടു അവൻ്റെ മൂത്ത മരുമകൾ ഗർഭിണിയാണെന്ന വാർത്ത. അവൻ കോപാക്രാന്തനായി തൻ്റെ സിംഹാസനത്തിലിരുന്ന് അട്ടഹസിച്ചു, താമാറിനെ ഹാജരാക്കുക. അവളെ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ കോപാക്രാന്തനായി രക്തമിറ്റിറ്റ് വീടത്തക്കവണ്ണം ജ്വലിച്ച് ചുമന്നു നിൽക്കുന്ന തീക്കട്ട പോലുള്ള കണ്ണുമായി തിരിഞ്ഞ് അവളെ നോക്കിയിട്ട് അവൻ അട്ടഹസിച്ച് ചോദിച്ചു, ഞാൻ കേട്ട വാർത്ത സത്യമോ? നീ ഗർഭിണിയോ? അവൾ പറഞ്ഞു, സത്യമാണ്. അവൾ അപ്പോഴും മൂടുപടം പുതച്ച് നിൽക്കുകയാണ്.
നീ എൻ്റെ കുടുംബത്തിൻ്റെ മാനം കെടുത്തി, നീ എൻ്റെ പാരമ്പര്യത്തിൽ വിള്ളൽ വീഴ്ത്തി, അതുകൊണ്ട് നീ ശപിക്കപ്പെട്ടവൾ, നീ ശിക്ഷിക്കപ്പെട്ടേ മതിയാകൂ. പറക, ആരാണ് ഇതിൻ്റെ ഉത്തരവാദി? അവനും നീയും ശിക്ഷിക്കപ്പെടണം. അവളൊന്നും മിണ്ടിയില്ല. അവൻ പിന്നെയും അട്ടഹസിച്ചപ്പോൾ അവൾ തൻ്റെ മൂടുപടത്തിനുള്ളിൽ നിന്ന് തൻ്റെ കൈ പുറത്തേക്ക് നീട്ടിയിട്ട് പറഞ്ഞു, ഈ വസ്തുക്കൾ ആരുടേതാണോ അതിൻ്റെ ഉടമസ്ഥനാണ് എൻ്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിൻ്റെ പിതാവ്. യഹൂദ നടുങ്ങിപ്പോയി. തൻ്റെ മോതിരവും മോതിരത്തിൽ കെട്ടിയ ചരടും കയ്യിലിരുന്ന വടിയും അവളുടെ കയ്യിലിരിക്കുന്നു. അവൻ അപ്പോഴാണ് അവളോട് ചെയ്ത അധർമ്മത്തിൻ്റെ ആഴം ബോധ്യപ്പെട്ടത്. ഇത് ദൈവത്താൽ സംഭവിച്ചതാണെന്ന് പുണ്യപ്പെട്ട പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. വിശുദ്ധ വിവാഹ കൂദാശയിൽ നമ്മൾ പാടുന്ന മനോഹരമായൊരു ഗാനമുണ്ടല്ലോ, മൂടുപടം വടിമോതിരമിവയാൽ താമാർ വിജയം സമ്പാദിച്ചു, പൊക്കണവും കല്ലും കവിണയുമായി വെന്നാൻ ഗോല്യാത്തിനെ ദാവീദും താമാർ ഉത്തമയായി മൂന്നാൽ ദാവീദ് ഉന്നതനായി മൂന്നാൽ സംരക്ഷകനാം ത്രിത്വത്തെ വിശ്വാസിനി പാവന സഭയാൾ സ്തുതിഗീതത്താൽ കീർത്തിക്കുന്നു. ഈ ഗാനം എല്ലാ വിവാഹത്തിനും പാടുന്നതാണ്. പക്ഷെ പാടുന്നവരോ പാടി കേൾക്കുന്നവരോ ഇതിൻ്റെ അർത്ഥം ഗ്രഹിച്ചിട്ടുണ്ടോ അറിയില്ല. മൂടുപടം, വടി, മോതിരം എന്നീ 3 വസ്തുക്കളാൽ താമാർ വിജയം സമ്പാദിച്ചു. ഈ 3 വസ്തുക്കൾ പരിശുദ്ധ തൃത്വത്തിൻ്റെ പ്രതീകങ്ങളായിരുന്നു. പൊക്കണം, കല്ല്, കവിണ എന്നീ 3 വസ്തുക്കളാൽ ദാവീദ് ഗോലിയാത്തിനെ ജയിച്ചു. ഈ 3 വസ്തുക്കൾ പരിശുദ്ധ തൃത്വത്തിൻ്റെ പ്രതീകമായിരുന്നു. തൃത്വമാണ് അവിടെ വിജയത്തിനവരെ ഒരുക്കിയത്. പ്രിയപ്പെട്ടവരെ, അത് ദൈവീക നീതിയുടെ ഇടപെടലും പ്രാവർത്തികതയുമാണ് സംഭവിക്കാൻ ഇടവരുത്തിയത് എന്ന് നാം പഠിക്കുമ്പോൾ താമാറിന് നീതി നടത്തിക്കൊടുത്ത ദൈവം പറയുന്നു, ചതിക്കപ്പെട്ടവരെ, വഞ്ചിക്കപ്പെട്ടവരെ, നീതി നിഷേധിക്കപ്പെട്ടവരെ നിങ്ങളെ ഞാൻ എൻ്റെ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു. ഇത് തന്നെ നിങ്ങളും ചെയ്യണമെന്നാണ് യേശുക്രിസ്തുവിനെ എല്ലാ അർത്ഥത്തിലും അനുകരിക്കുന്നത് കൊണ്ട് ക്രിസ്ത്യാനി എന്ന പേര് വിളിക്കപ്പെട്ട എന്നോടും നിങ്ങളോടും ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം സ്വർഗം തുറന്ന് അരുളി ചെയ്യുന്നത് ഇത് നടപ്പിലാകേണ്ടതാണ്. ദൈവമക്കളെ, താമാറിൻ്റെ ചരിത്രം നിൽക്കുമ്പോൾ 2ാമത്തെ സ്ത്രീയുടെ പേര് രാഹബ്. അവൾ എരീഹോ പട്ടണത്തിലെ കുപ്രസിദ്ധയായൊരു വേശ്യാസ്ത്രീയായിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കനാൻ നാട് ഉറ്റുനോക്കുവാൻ പോയ 2 ഇസ്രായേൽക്കാർ ആൾമാറാട്ടം നടത്തി എരീഹോ കോട്ടയിൽ കടന്ന് ചുറ്റി നടക്കുമ്പോൾ എരീഹോയിലെ പടയാളികൾ അവരെ പിന്തുടരുന്നതറിഞ്ഞ് ഒളിവിടം തേടിപ്പോയി. അവർക്ക് ഒളിവിടം കിട്ടിയത് ഈ വേശ്യാസ്ത്രീയുടെ ഭവനത്തിലാണ്. ചെന്നപാടെ അവർ പറഞ്ഞു, ഞങ്ങൾ ഇസ്രായേൽക്കാരാണ്, ഞങ്ങൾ ഈ നാട് ഒറ്റുനോക്കാൻ വന്നതാണ്, ഞങ്ങൾ ഈ നാട് പിടിക്കും, നീ ഞങ്ങളെ രക്ഷിച്ചാൽ ഞങ്ങൾ നിന്നെയും രക്ഷിക്കാം, ദൈവനാമത്തിൽ സത്യം. അവൾ അവരെ സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു, മച്ചിൻപുറത്തേക്ക് കയറുക, ചണക്കെട്ടുകൾ കെട്ടിക്കൂട്ടിയിട്ടിട്ടുണ്ട്, അതിനിടയിൽ ഒളിച്ചുകൊള്ളുക, ബാക്കി കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. അവരുടെ പിന്തുടർന്നെത്തിയ എരീഹോവിലെ പടയാളികൾ അവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഈ വീട്ടിലേക്ക് വന്ന് കയറി ചോദിച്ചു, 2 വിദേശികൾ ഇതുവഴി വരുന്നത് നീ കണ്ടിരുന്നോ? അവൾ ചോദിച്ചു, തലയിൽ ചുവന്ന തലപ്പാവ് കെട്ടിയ 6 അടിയിലധികം ഉയരമുള്ള പ്രത്യേക രീതിയിൽ വസ്ത്രം ധരിച്ച കാണാൻ അഴകുള്ള 2 പുരുഷന്മാരാണോ? അതെ. എരീഹോയിലെപ്പെട്ട ആൾക്കാർ നനച്ചു കിട്ടിപ്പോയി എന്ന്. അവരാണെങ്കിൽ യജമാനന്മാരെ ഇതുവഴി വന്നിരുന്നു, ഇങ്ങോട്ടൊന്ന് നോക്കുക പോലും ചെയ്യാതെ ആ വഴി പോയിട്ടുണ്ട് എന്ന്. അച്ചും പുള്ളിയും തെറ്റാതെ ഇങ്ങനെ പറയുവാൻ വേറെ ആർക്കാണ് കഴിയുക? ഇവൾ അറിയുമെന്ന് പറഞ്ഞപ്പോൾ മച്ചിൻപുറത്തിരുന്ന് ഉടവാളിൻ്റെ പിടിയിൽ കൈമുറുക്കി ഒരു ഏറ്റുമുട്ടലിന് തയ്യാറായി നിന്ന ഇസ്രായേൽ പടയാളികൾ അമ്പരന്ന് പോയി സ്ത്രീയുടെ വിദ്യ കണ്ടിട്ട് അവരാ വിരൽ ചൂണ്ടിയ വഴിയെ പോയി കഴിഞ്ഞപ്പോൾ ആ രാത്രി അവരെ അവിടെ നിന്ന് സുരക്ഷിതമായി കോട്ടയ്ക്ക് പുറത്തെത്തിച്ചപ്പോൾ അവരോട് അവർ പറഞ്ഞു, ഞങ്ങൾ ഈ പട്ടണം പിടിക്കും, അന്ന് ഞങ്ങൾ ഈ തരുന്ന തൂവാല നിൻ്റെ വീടിൻ്റെ ജനൽപ്പടിയിൽ കെട്ടുക, നീയും നിൻ്റെ കുടുംബവും നിൻ്റെ തലമുറയും വീണ്ടെടുക്കപ്പെടും. എന്നാൽ അവൾ ഇസ്രായേൽ കുലത്തിൽ ചേർക്കപ്പെട്ടു. ഞാൻ നിങ്ങളോട് പറഞ്ഞു വയ്ക്കട്ടെ,
അവൾക്ക് ദൈവം നീതി നടത്തി കൊടുത്തു. അവൾ മനഃപൂർവ്വം വേശ്യയായവളല്ല. ഏതൊക്കെയോ സാഹചര്യത്തിൽ ആരുടെയൊക്കെയോ കടന്നുകയറ്റം മുഖാന്തിരം അവൾ അങ്ങനെ ആക്കപ്പെട്ടതാണ്. എന്നാൽ ദൈവം അവളെ നീതിയോടെ കാണുകയും നീതിയുടെ പക്ഷത്ത് ചേർത്ത് നിർത്തുകയും അവൾക്ക് വീണ്ടെടുപ്പ് സാധ്യമാക്കുകയും അവൾക്ക് ഇസ്രായേൽ കുലത്തിൽ ഇടം കൊടുക്കുകയും ചെയ്തുവെങ്കിൽ ഈ ദൈവമാണ് നീതി നടപ്പിലാക്കിയവൻ. മൂന്നാമത്തെ പേര് റൂത്തിൻ്റേതാണ്. മോവാബ്യ പെൺകുട്ടിയാണ് രൂത്ത്. അപ്പത്തിൻ്റെ വീടായ ബെത്ലഹേമിൽ പാർത്തിരുന്ന നവോമിയും ഭർത്താവ് എലീമേലേക്കും മക്കളായ മഹ്ളോനും കില്യോനും ക്ഷാമകാലം വന്നപ്പോൾ ക്ഷേമകാലം തേടിപ്പോയതാണ് മോവാബിലേക്ക്. മോവാബ് ശപിക്കപ്പെട്ട ജാതി എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ലോത്തിൽ നിന്ന് അവൻ്റെ മകൾക്കുണ്ടായ സന്തതിയുടെ പേരാണ് മോവാബ്. 70 തലമുറ വരെ ഒരു മനുഷ്യനും മോവാബ് ദേശത്ത് നിന്ന് വംശത്തിൽ നിന്ന് എൻ്റെ മുമ്പിൽ വരരുതെന്ന് ദൈവം നിഷേധിച്ച് നീക്കി നിർത്തിയ മോവാബ്യ ദേശത്തേക്ക് അപ്പത്തിൻ്റെ വീടായ അനുഗ്രഹ ഭവനത്തിൽ നിന്ന് നവോമിയും കൂട്ടരും കുടിയേറിപ്പാർത്തു. അവിടെ നവോമിയുടെ 2 മക്കളും വിവാഹിതരായി, രൂത്തും ഓർപ്പയും. എന്നാൽ അനർത്ഥങ്ങളുടെ പരമ്പര അലയടിച്ചു. പിന്നീട് എലീമേലേക്ക് മരിച്ചു, മഹ്ളോനും മരിച്ചു, കില്യോനും മരിച്ചു. 3 സ്ത്രീകൾ വിധവമാരായി. വേറെ നിവൃത്തിയില്ലെന്ന് വന്നപ്പോൾ നവോമി സ്വദേശത്തേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. മരുമക്കളോട് പറഞ്ഞു, പിരിഞ്ഞു പോവുക. നിങ്ങൾ എന്നോടുകൂടെ പോന്നിട്ട് ഇനി നിങ്ങൾക്ക് ഭർത്താക്കന്മാരെ തരാൻ എനിക്ക് കഴിയില്ല. ഞാൻ ഈ രാത്രി ഒരു പുരുഷനെ പ്രാപിച്ച് ഗർഭം ധരിച്ച് പ്രസവിച്ചാൽ ആ കുഞ്ഞിന് പ്രായപൂർത്തിയാവോളം കാത്തിരിക്കാൻ നിങ്ങളെ കൊണ്ടാകില്ല, പോവുക. ഓർപ്പ കുറേ നിലവിളിച്ച് അമ്മാവയമ്മയുടെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് അവൾ യാത്ര പറഞ്ഞു പോയി. റൂത്തിനോട് അവൾ ചോദിച്ചു, നിനക്കും പോകരുതോ? നീയും നിന്റെ സഹോദരിയുടെ പാത തിരഞ്ഞെടുക്കുക. പോകില്ലമ്മേ, ഞാൻ പോകില്ല. നിന്നെ വിട്ട് ഒരു നാളും ഒരിടത്തും ഞാൻ പോകില്ല. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നീ ആരാധിക്കുന്ന ദൈവത്തെ ഞാനും ആരാധിക്കും. നിന്റെ ജനമാണ് ഇന്നു മുതൽ എൻ്റെ ജനം. ഞാൻ നിന്നെ വിട്ട് പിരിയുന്ന പ്രശ്നമില്ല. ഇങ്ങനെ ഒരു ഉറച്ച നിലപാടെടുത്ത രൂത്തിനെ ബോവസിൻ്റെ ഭാര്യയായി പിന്നീട് ചരിത്രത്തിൽ കാണുന്നു. പ്രിയപ്പെട്ടവരെ, ഈ 3 സ്ത്രീകളും യേശുമശിഹായുടെ വലിയ അമ്മൂമ്മമാരായി ചരിത്രത്തിൽ എഴുതപ്പെട്ടു. യേശുക്രിസ്തു ഈ അമ്മമാർ പ്രസവിച്ച മക്കളുടെ 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 പരമ്പരയിലാണ് ജനിച്ചതെങ്കിൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ദാവീദ് മഹാരാജാവിൻ്റെ നേരെ വല്യമ്മയാണ് ഈ പറഞ്ഞ രൂത്തെങ്കിൽ നമ്മൾ തിരിച്ചറിയണം ദൈവം എങ്ങനെ ചേർത്ത് നിർത്തുന്നുവെന്ന്. പുറജാതികളെയും ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടവരെയും പുറത്താക്കപ്പെട്ടവരെയും തൻ്റെ രക്ഷാപദ്ധതിയിൽ ഉൾപ്പെടുത്തി ചേർത്ത് നിർത്തുന്ന ദൈവത്തിൻ്റെ നീതി നമ്മളും ഇപ്രകാരം ചേർത്ത് പിടിക്കുന്നവരാകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. 4-മത്തെ പേർ ബത്ശബയുടേതാണ്. കവർന്നെടുക്കപ്പെട്ടവൾ, വേട്ടയാടപ്പെട്ടവൾ, അവളുടെ ഭർത്താവായ ഊരിയാവിനെ കൊലയ്ക്ക് കൊടുത്ത് ദാവീദ് സ്വന്തമാക്കിയവൾ, നാഥാൻ പ്രവാചകന്റെ അട്ടഹാസത്തിന് മുമ്പിൽ ചങ്കുപൊട്ടിപ്പോയ ദാവീദ് മഹാരാജാവ് മട്ടുപ്പാവിൽ ഓടിക്കയറി വെറും തറയിൽ കമിഴ്ന്നു കിടന്ന് ചങ്ക് തല്ലി കരഞ്ഞതാണ് 51-ാമത്തെ സങ്കീർത്തനം. ദൈവമക്കളെ, ദാവീദ് അവളെ തൻ്റെ ഭാര്യയായി ചേർത്തുകൊണ്ടു. ദാവീദിൽ നിന്ന് അവൾ പ്രസവിച്ച സന്തതിയാണ് ശലോമോൻ ചക്രവർത്തി. കവർന്നെടുക്കപ്പെട്ടവളെ, ചൂഷണം ചെയ്യപ്പെട്ടവളെ രാജമാതാവാക്കി വാഴ്ത്തി അവൾക്ക് മാനം കൊടുത്ത ദൈവം പറയുന്നു, ഞാൻ നീതി നടത്തുന്ന ദൈവമാണ്. ഇത് തന്നെ നിങ്ങളും ചെയ്യണം. നീതി നടത്തുവാനാണ് ദൈവം നമ്മളോട് കൽപ്പിക്കുന്നത്. മഹിളാരത്നങ്ങളിൽ മാണിക്യമായ വിശുദ്ധ മാതാവ് ഒരനാഥ ബാലികയായി ദൈവാലയത്തിൽ പുരോഹിതന്മാരുടെ സംരക്ഷണയിൽ വളർത്തപ്പെട്ടവളാണ്. പതിവ്രതയും പരിപാവനീയമായ ഈ പുണ്യവതിയെ തിരഞ്ഞെടുത്തു തമ്പുരാൻ. ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. ഈ കാഴ്ചപ്പാട് യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിലും നാം കാണുന്നുണ്ട്. പാപിനിയായ സ്ത്രീയോടും വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ടവളോടും കർത്താവ് കാണിക്കുന്ന സംരക്ഷണം, കരുതൽ നമ്മളെ ചിന്തിപ്പിക്കേണ്ടതാണ്. അവരെ സംരക്ഷിക്കുകയും ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന കർത്താവ്. യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 8-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയണമെന്ന് അട്ടഹസിക്കുന്ന കർത്താവിൻ്റെ ശബ്ദവും മുഖവും നമുക്ക് ഓർമ്മ വരുന്നുവല്ലോ. നീതി നിഷേധിക്കപ്പെട്ടവരുടെ പക്ഷത്താണ് ഞാനെന്ന്, ഞാൻ അവരുടെ പക്ഷത്തു നിന്ന് ഉറച്ച നിലപാടെടുക്കുന്ന ദൈവമാണെന്ന് അടയാളപ്പെടുത്തിയ ദൈവമാണ് നാം ആരാധിക്കുന്ന കർത്താവെങ്കിൽ നിശ്ചയമായും അത് തന്നെയാകണം നമ്മുടെ ഈ നിലപാട്. ധാർമ്മികമായി തകർന്നു പോയവരോടുള്ള നമ്മുടെ നിലപാട് എന്താണ്? അവരോട് അനുകമ്പയും കരുതലും കാണിച്ച കർത്താവ് നടപ്പിലാക്കിയ നീതി ഇന്ന് നമ്മിലൂടെ നടപ്പിലാകുന്നുണ്ടോ? ഇല്ലെങ്കിൽ നാം കുറ്റവാളികളാണ്. ആകയാൽ ന്യായം വെള്ളം പോലെയും
നീതി വറ്റാത്ത തോടുപോലെയും കവിഞ്ഞ് ഒഴുകട്ടെ. രണ്ടാമത്തെ ചിന്ത, കർത്താവ് നടപ്പിലാക്കിയത് സാമൂഹിക നീതിയാണ്. ധാർമ്മിക നീതി മാത്രമല്ല, സാമൂഹിക നീതിയും കൂടെയാണ്. സാമൂഹികമായി നീതി നിഷേധിക്കപ്പെട്ടവരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും യേശുക്രിസ്തുവിൻ്റെ നിലപാടെന്തായിരുന്നു? ഈ കാര്യത്തിൽ നാം യേശുക്രിസ്തുവിൽ ഒരു തികഞ്ഞ വിപ്ലവകാരിയെ ദർശിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ മനസ്സും മനസാക്ഷിയുമാണ് ക്രിസ്തുവിൻ്റെ നിലപാടിലൂടെയും ഇടപെടലുകളിലൂടെയും ലോകം കണ്ടത്. ആമേൻ. ദൈവത്തിൻ്റെ മനസ്സും മനസാക്ഷിയുമാണ് യേശുക്രിസ്തുവിൻ്റെ നിലപാടുകളിലൂടെയും ഇടപെടലുകളിലൂടെയും ലോകം കണ്ടത്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട് താതാത്മ്യപ്പെട്ടുകൊണ്ട് താൻ അവരുടെ പക്ഷത്താണെന്ന് വ്യക്തമായി വെളിപ്പെടുത്തിയവനാണ് യേശുക്രിസ്തു. സമ്പന്ന കുലീന കുടുംബങ്ങളിലെ അനേകം കന്യകമാരുണ്ടായിരുന്നിട്ടും ഒരു അനാഥ ബാലികയെ തൻ്റെ അമ്മയായി തിരഞ്ഞെടുത്ത നീതിബോധം, പകരം വയ്ക്കാനില്ലാത്ത നീതിബോധം. തൻ്റെ ജനനം കൊട്ടാരത്തിലോ തത്തുല്യമായ മറ്റിടങ്ങളിലോ ആകാമായിരുന്നിട്ടും സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പക്ഷം ചേർന്ന് നിന്ന് പെരുവഴിയോരത്ത് പിറവിയെടുത്തുകൊണ്ട് ഇതാണ് നീതി എന്ന് വെളിപ്പെടുത്തിയ മശിഹ, ഇതാണ് നീതി എന്ന് വെളിപ്പെടുത്തിയ മശിഹ തൻ്റെ ജനന വൃത്താന്തം സമൂഹത്തിലെ ഉന്നത ശ്രേണിയിലുള്ളവരെ അറിയിക്കാതെ ദേശാന്തരികളായി അലഞ്ഞു തിരിഞ്ഞിരുന്ന അഡ്രസ്സില്ലാത്ത ആട്ടിടയന്മാരെ ആദ്യമായി അറിയിച്ചവൻ, അവർക്കാദ്യമായി ദർശനമരുളിയവൻ. അതിലൂടെ അവൻ വിളിച്ചു പറയുന്നു, ഇതാണ് നീതി, ഇതാണ് നീതി. ഞാൻ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പക്ഷത്താണ്, ഞാൻ ഈ ഇകഴ്ത്തപ്പെട്ടവരുടെ പക്ഷത്താണ്, ഞാൻ ഈ അലഞ്ഞു തിരിയുന്നവരുടെ പക്ഷത്താണ്, ഞാൻ ഈ അഡ്രസ്സില്ലെന്ന് ലോകം വിധി എഴുതിയവരുടെ പക്ഷത്താണ്. ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാനാണ് താൻ വന്നിരിക്കുന്നതെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് സമൂഹത്തിൽ തഴയപ്പെട്ടവരെ തൻ്റെ കരവലയത്തിലൊതുക്കി മാർവോട് ചേർത്ത് പിടിച്ചവൻ വിളിച്ചു പറയുന്നു, ഇതാണ് നീതി. ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തുവിലാണ് പ്രിയപ്പെട്ടവരെ സകല നീതിയും നിവർത്തിയായത്. അവന് നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, അവൻ നമ്മുടെ മനസ്സിൽ ഇടം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ, അവൻ്റെ ആത്മാവ് നമ്മെ നയിക്കുന്നുവെങ്കിൽ നമുക്കും ഈ നീതിബോധമുണ്ടാകും. അത് നമ്മിൽ ഇല്ലെങ്കിൽ ഈ ക്രിസ്തുവിനെ നമുക്കറിയില്ല എന്നാണ് പറഞ്ഞു വയ്ക്കേണ്ടി വരുന്നത്. ശിഷ്യരെ തിരഞ്ഞെടുത്തപ്പോൾ പണ്ഡിതന്മാരെയും ശ്രേഷ്ഠന്മാരെയും കുലീനന്മാരെയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലുള്ളവരെയും അവൻ ഒഴിവാക്കി. പാവങ്ങളിൽ പാവപ്പെട്ട മുക്കുവന്മാരെയും ചുങ്കക്കാരെയും സന്യാസികളെയും വിപ്ലവകാരികളെയും തൻ്റെ ശിഷ്യരാക്കി. അവരെ കൊണ്ട് ചരിത്രത്തെ ഇളക്കി മറിച്ചു. അവരെ കൊണ്ട് ലോകത്തിൻ്റെ ചരിത്രം തന്നെ മാറ്റി പുതിയ ചരിത്രം എഴുതി. ഇതാണ് നീതി എന്ന് അതിലൂടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞവനാണ് ക്രിസ്തു. ഇന്ന് മുഖ്യധാരയിൽ ആരാണ് നിൽക്കുന്നത്? ആർക്കാണ് ഇടം കിട്ടുന്നത്? അധകൃതർക്ക്, അധസ്ഥിതർക്ക് എവിടെയാണ്? ദൈവാലയങ്ങളിലിടമുണ്ടോ? ഏതെങ്കിലും ഭരണസമിതികളിലിടമുണ്ടോ? ഈ സംവരണം വന്നില്ലായിരുന്നെങ്കിൽ അവർ ഏതെങ്കിലും സ്ഥലത്ത് ഇടം കണ്ടെത്തുമായിരുന്നു. പള്ളികളിൽ സംവരണമില്ലാത്തത് കൊണ്ട് അവരിവിടെ ഒരിടങ്ങളിലും ഒരു സ്ഥാനവും കണ്ടെത്താതെ പോകുന്നില്ലേ? ആത്മശോധന നടത്തേണ്ട വിഷയമാണ്. വിശക്കുന്നവന് അപ്പം കൊടുത്തുകൊണ്ട് 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചും 7 അപ്പം കൊണ്ട് 4000 പോഷിപ്പിച്ചും വിശക്കുന്നവൻ അപ്പമാണ് താനെന്ന് അടയാളപ്പെടുത്തി ഇതാണ് നീതി എന്ന് ലോകത്തോട് പ്രഘോഷിച്ചവനാണ് യേശുക്രിസ്തു. ഇത് തന്നെ ചെയ്യുവേനെന്ന് എന്നോടും നിങ്ങളോടും പ്രഘോഷിക്കുന്നവനാണ് യേശുക്രിസ്തു. വിശക്കുന്നവൻ അപ്പം കൊടുക്കുക. ആർഭാടത്തിൽ പുളച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ ഭക്ഷണം വേസ്റ്റ് ബിന്നിൽ തള്ളുന്ന ആധുനിക തലമുറ വിശക്കുന്നവൻ്റെ വേദന തിരിച്ചറിയാതെ പോകുന്നുവെങ്കിൽ അത് ഈ നീതിബോധം നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഭക്ഷണം വേസ്റ്റാക്കുന്നവരുടെ കൂട്ടത്തിൽ ഇന്ന് മലയാളിയുമുണ്ട് എന്നുള്ളത് ചങ്ക് പൊട്ടുന്ന ഒരു സത്യമാണ്. എന്തുമാത്രം ആർഭാടമാണ് നമ്മൾ കാട്ടിക്കൂട്ടുന്നത്, എന്തുമാത്രം ഭോജ്യങ്ങളാണ് നാം ഒരുക്കുന്നത്. പാതി പോലും ഭക്ഷിക്കാൻ നമുക്കാകില്ലെന്നറിഞ്ഞിട്ടും നമ്മുടെ പ്രൗഢത്വം ലോകത്തെ ബോധ്യപ്പെടുത്താൻ, അഹങ്കാരത്തെ അടയാളപ്പെടുത്താൻ നാം ഈ ധൂർത്ത് നടത്തുമ്പോൾ ദൈവത്തോടും സമൂഹത്തോടുമുള്ള വെല്ലുവിളിയാണത് എന്ന് നാം പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. വിശക്കുന്നവൻ അപ്പമാകണം നിങ്ങൾ. ഇതാണ് 12 കൊട്ട അപ്പം മിച്ചമെടുപ്പിച്ച് ശിഷ്യർ ഓരോരുത്തർക്കും ഓരോ കൊട്ട അപ്പം കൊടുത്തിട്ട് തമ്പുരാൻ പറഞ്ഞു വെച്ചത്. ഇനി മേലിലൊരാളും വിശക്കരുത്, നിങ്ങൾ വിളമ്പിക്കൊണ്ടേയിരിക്കണം.
നമ്മളാണ് വിളമ്പേണ്ടവർ. എന്തേ വിളമ്പുന്നില്ല? എങ്കിൽ നാം കുറ്റവാളികളാണ്. സമൂഹം പാപി എന്ന മുദ്രകുത്തി ഭ്രഷ്ട് കൽപ്പിച്ചിരുന്നവരോടൊപ്പം അത്താഴമുണ്ട് ചുങ്കക്കാരും പാപികളുമായവരെ അഭിമാനികളാക്കിയവനാണ് മശിഹ. അതിലൂടെ അവൻ വിളിച്ചു പറഞ്ഞു, ഇതാണ് നീതി. സമൂഹം ഭ്രഷ്ട് കൽപ്പിച്ച് പുറത്തു നിർത്തിയവരെ അവരുടെ അതിഥിയായി ചെന്ന് അവരെ അഭിമാനപുളകിതരാക്കിയ തമ്പുരാൻ പറഞ്ഞു, ഇതാണ് നീതി. ഇത് നടപ്പിലാകുമ്പോഴാണ് നീതി നടപ്പിലാകുന്നത്. നമ്മിലൂടെ അത് നടപ്പിലാകണം. സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട കുഷ്ഠരോഗിയെ, ശാപാർഹനെന്ന് മുദ്രകുത്തപ്പെട്ടിരുന്ന ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കി തൻ്റെ ചാരത്ത് ചേർത്ത് നിർത്തി മാറോടണച്ച തമ്പുരാൻ പറഞ്ഞു, ഇതാണ് നീതി, ഇതാണ് നീതി. അവനാണ് നമ്മുടെ മാതൃകാ പുരുഷൻ. അവനാണ് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നത്. അവനാണ് നമ്മെ തട്ടി ഉണർത്തുന്നത്. അവനാണ് ഇന്ന് രാത്രി നമ്മെ ഹേമിക്കുന്നത്. ഇതാകണം നമ്മുടെ നീതി. വിവിധ രോഗങ്ങളാൽ വലഞ്ഞവരെ സൗഖ്യമാക്കി രോഗസൗഖ്യത്തിലൂടെ ന്യായവും നീതിയും നടപ്പിലാക്കി കിടപ്പ് രോഗികളെയും ശാരീരികമായും മാനസികമായും തളർന്നു പോയവരെയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നിട്ട് അവൻ പറഞ്ഞു, ഇതാണ് നീതി, ഇതാണ് നീതി. കിടപ്പ് രോഗികളെ സന്ദർശിപ്പാൻ, അവർക്കല്പം ശുശ്രൂഷ ചെയ്യുവാൻ, അവരുടെ അരികിലിരുന്നൊരു പാട്ടുപാടുവാൻ, അവർക്ക് വേണ്ടി അല്പം വചനം വായിക്കുവാൻ, അവരെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ, ഒറ്റപ്പെട്ടു പോയ അവരുടെ മനസ്സ് പിശാചിൻ്റെ പണിപ്പുരയായി മാറാതെ ഇടയ്ക്കിടെ അവരെ സന്ദർശിച്ച് ആത്മീക സന്തോഷം പങ്കുവച്ച് സാഹോദര്യത്തിൻ്റെ കൂട്ടായ്മ കൊടുക്കുവാൻ എന്ത് ഈ തലമുറയ്ക്ക് കഴിയുന്നില്ല? കാരണം സമയമില്ല. സമയത്തിന് എവിടെയാ കുറവ്? മനഃപൂർവ്വം ഇല്ലാതെയാക്കുന്നതാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം പലപ്പോഴും നീതി മറന്നു പോകുന്നവരാണ്. മരിച്ചവരെ ഉയർപ്പിച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തിൻ്റെ പ്രത്യാശ വെളിവാക്കി മൃതൻ്റെയും അവൻ്റെ വേർപാടിൽ ഒറ്റപ്പെട്ടു പോയവരുടെയും കണ്ണുനീർ തുടച്ചുകൊണ്ട് നീതി ഉറപ്പാക്കിയ തമ്പുരാൻ പറഞ്ഞു, ഇതാണ് നീതി, ഞാൻ നിങ്ങളുടെ മേൽ നിർവഹിക്കാനിരിക്കുന്ന നീതി. ആമേൻ. അവൻ ഇന്ന് എന്നോടും നിങ്ങളോടും പറയുന്നു, ഇതെല്ലാമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന മാതൃക. നിങ്ങൾ നീതിയുള്ളവരാകണം. ആത്മീയ ജീവിതം പരസ്പരമുള്ള കരുതലിൻ്റെയും പങ്കുവെക്കലിൻ്റേതുമാകണം. അങ്ങനെ സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങളെ ഒഴിവാക്കി പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് സാമൂഹിക നീതി ഉറപ്പാക്കണം. അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അത് നമ്മെ ഓർമ്മപ്പെടുത്തുവാനാണ് ഈ കൺവെൻഷൻ. 2024 ആണ്ടിൻ്റെ സമാപന നിമിഷങ്ങൾ സമാഗതമാകുന്ന ഈ സായം സന്ധ്യയിൽ നമ്മെ ഇവിടെ വിളിച്ചു ചേർത്തതിൻ്റെ പാദപീഠത്തിൽ ഇരുത്തിയും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഓൺലൈൻ മീഡിയകളിലൂടെ തത്സമയം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ചങ്കിനകത്തേക്ക് ചാട്ടുളി പോലെ ദൈവത്തിൻ്റെ തിരുവചനം തറച്ച് കയറ്റിയും തമ്പുരാൻ ഈ രാത്രി നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. ചേർത്ത് പറയട്ടെ, ഉൾക്കൊള്ളാനാകില്ലെന്ന് വന്നേക്കാം, എങ്കിലും ആത്മാവ് പറയുന്നു, പള്ളികളുടെ വാർഷിക വരുമാനത്തിൻ്റെ മൊത്തം വാർഷിക വരുമാനത്തിൻ്റെ 10% സാധു സംരക്ഷണത്തിന് വേണ്ടി വകയിരുത്തി ചിലവഴിക്കണം. അങ്ങനെ നീതി നടപ്പിലാകണം. അങ്ങനെ നാം ക്രിസ്തുവിൻ്റെ നീതി നടപ്പിലാക്കണം. എന്തേ നമുക്കതിന് കഴിയുന്നില്ല? കെട്ടിടം പണിയാൻ, സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ, വീണ്ടും വീണ്ടും വസ്തുക്കൾ വാങ്ങിക്കൂട്ടുവാൻ, എന്നിട്ട് അതിൻ്റെ മുകളിൽ അടയിരിക്കുവാൻ, അതിൻ്റെ പേരിൽ സംഘർഷമുണ്ടാക്കാൻ, അതിൻ്റെ പേരിൽ തമ്മിൽ തല്ലുകൂടുവാൻ, അതിൻ്റെ പേരിൽ പള്ളിയിൽ രഹസ്യ ബാലറ്റ് ഇലക്ഷൻ നടത്തി പള്ളി ഭരണസമിതിയെ തിരഞ്ഞെടുക്കുവാൻ മത്സരിക്കുന്ന നമുക്ക് എന്തേ നീതിബോധമില്ലാതെ പോകുന്നത്? തിരിച്ചറിവിൻ്റെ സുവിശേഷം, അതാണ് ഈ രാത്രി ദൈവം നമ്മെ കേൾപ്പിക്കുന്നത്. ഞാനാണ് ഈ കേസിലെ 1-ാം പ്രതി. ദൈവമക്കളെ, പരസ്യത്തിന് വേണ്ടിയോ പേരെടുക്കാനോ അല്ല 10% പണം ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞത്. നിന്റെ വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുതെന്ന പ്രമാണം അനുസരിച്ചു കൊണ്ടുവേണം ഇത് പ്രാവർത്തികമാക്കുവാൻ. കൊള്ളയടിക്കരുത്, കൈയിട്ട് വരരുത്, പേരെടുക്കാൻ വേണ്ടി പ്രശസ്തിക്ക് വേണ്ടി വേഷം കെട്ടിയാടാനുള്ള വേദിയാകരുത്. ഞാൻ ഒരിക്കൽ ഒരു ഫീച്ചറിൽ വായിച്ചു, അട്ടപ്പാടിയിലെ ആദിവാസികളുടെ തലയൊന്നിന് 1 ലക്ഷം രൂപ വീതം പല കാലത്തായി പല സർക്കാരുകൾ ഖജനാവിൽ നിന്ന് ചിലവാക്കി. 1 രൂപ പോലും അട്ടപ്പാടിയിൽ ഒരാൾക്കും കിട്ടിയിട്ടില്ല. ഇത് ആര് കൊണ്ടുപോയി, ആരനുഭവിച്ചു എന്ന് ആർക്കറിയാം? നീതി നിഷേധിക്കപ്പെടുന്ന ഒരു സമൂഹം. ദൈവമക്കളെ, സമയം തീരുകയാണ്. 3-ാമത്തെ നീതി,
ഒന്നാമത്തേത് ധാർമ്മിക നീതിയാണ്, രണ്ടാമത്തേത് സാമൂഹിക നീതിയാണ്. ഇത് രണ്ടും തൻ്റെ ജീവിതത്തിൽ അടയാളപ്പെടുത്തി ഉറപ്പിച്ചു നടപ്പിലാക്കി കാണിച്ചവനാണ് മശിഹ. മൂന്നാമത്തേത് ദൈവിക നീതിയാണ്. അതിനെക്കുറിച്ച് അഭിമന്യ പിതാവ് അന്തിമോസ് തിരുമേനി വളരെ മനോഹരമായി പറഞ്ഞു വച്ചിട്ടുണ്ട്. ദൈവം നീതിമാനാണ്. മനുഷ്യൻ്റെ കാര്യത്തിൽ ദൈവത്തിന് തൻ്റെ നീതിയിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല. ദൈവം നിത്യനീതിമാനാണ്, നീതിയിൽ വിട്ടുവീഴ്ച ചെയ്യാത്തവനാണ്. വചനം പഠിപ്പിക്കുന്നു, റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ തിരുവചനം, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ ആകുന്നു. പാപി മരിക്കണം. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. പാപി മരിക്കണം. അത് ദൈവനീതിയാണ്. പാപത്തിൻ്റെ മിനിമം ശിക്ഷ മരണമാണ്. അതിൽ കുറഞ്ഞൊരു ശിക്ഷ പാപത്തിനില്ല, പാപിക്കുമില്ല. പാപി മരിക്കണം. അത് ദൈവനീതിയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇങ്ങനെ മരിക്കണം എന്ന് നിർബന്ധമുണ്ട് എന്നിരിക്കെ ഒരു ചോദ്യം, ദൈവം വിചാരിച്ചാൽ ശിക്ഷ ഇളവ് ചെയ്യാൻ കഴിയുമായിരുന്നില്ലേ? കഴിയുമായിരുന്നു, തർക്കമൊന്നുമില്ല. ദൈവം വിചാരിച്ചാൽ ഈ ശിക്ഷ ഇളവ് ചെയ്യുവാൻ കഴിയുമായിരുന്നു. പക്ഷേ അവിടെ ഒരു നീതികേടുണ്ട്. അതുകൊണ്ട് ശിക്ഷ നടപ്പിലായേ പറ്റൂ. ശിക്ഷ ഇളവ് ചെയ്താൽ പാപി വിചാരിക്കും താൻ ചെയ്ത തെറ്റ് ശരിയായിരുന്നു എന്ന്. ശിക്ഷ ഇളവ് ചെയ്താൽ പാപി തെറ്റിദ്ധരിക്കും താൻ ചെയ്ത തെറ്റ് ശരിയായിരുന്നുവെന്ന്. അതുകൊണ്ടാണ് ദൈവം തീരുമാനം പുനഃപരിശോധിച്ചതെന്ന്. ദൈവത്തിനത് ഇളവ് ചെയ്യാൻ കഴിയാഞ്ഞിട്ടല്ല, പക്ഷെ ദൈവം ഇളവ് ചെയ്തില്ല, ശിക്ഷ നടപ്പിലാക്കുക തന്നെ ചെയ്തു. അതെങ്ങനെ? ഈ പാപിയായ മനുഷ്യനെ നശിപ്പിച്ചു കളയാൻ സ്നേഹവാനായ സൃഷ്ടാവാൻ ദൈവത്തിന് കഴിയില്ലായിരുന്നു. പാപിയെ പരിത്രാണം ചെയ്യണം, ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്യണം. ആയതിന് ദൈവം കണ്ടെത്തിയ മാർഗമെന്ത്? തൻ്റെ ഏകജാതനായ പുത്രനെ പാപിക്ക് പകരം മരിക്കുവാൻ ഏൽപ്പിച്ചിട്ട് പുത്രൻ്റെ മരണത്താൽ പാപിയെ പരിത്രാണം ചെയ്തവൻ നഷ്ടപ്പെടുത്തിയ പറുദീസയുടെ പരമാനന്ദത്തിൽ അവൻ ഇടമൊരുക്കിക്കൊടുത്ത് തൻ്റെ മാർവിലേക്ക് അവനെ ചേർത്ത് പിടിച്ച ദൈവത്തിൻ്റെ അനന്ത സ്നേഹത്തിൻ്റെ ആഴമളന്നവരാരുണ്ട് പ്രിയരേ? ആർക്കത് മനസ്സിലായിട്ടുണ്ട്? അത് മനസ്സിലായവൻ്റെ ചങ്ക് പൊട്ടാതിരിക്കുമോ? അത് മനസ്സിലായവൻ്റെ ഹൃദയം പിളരാതിരിക്കുമോ? കണ്ണ് നിറയാതിരിക്കുമോ? തിരുമേനി ഉദ്ധരിച്ചൊരു വാക്യം ഞാൻ ആവർത്തിക്കട്ടെ. വേദപുസ്തകത്തിൻ്റെ താക്കോൽ വാക്യമെന്ന് വിഖ്യാതമായ വേദഭാഗം, ശുദ്ധമുള്ള യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം തിരുവചനം, തൻ്റെ ഏകജാതനായ പുത്രനിൽ, ആമേൻ, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും ഏവനും ഏവനും, ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, കാലദേശ ഭാഷാ പരിമിതി ഒന്നുമില്ല, കറുത്തവനെന്നില്ല, വെളുത്തവനെന്നില്ല, ഇരുനിറമുള്ളവനെന്നില്ല, മഞ്ഞ നിറമുള്ളവനെന്നില്ല, സ്ത്രീ എന്നില്ല, പുരുഷനെന്നില്ല, ബാലനെന്നില്ല, വൃദ്ധനെന്നില്ല, ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്, മരണത്തെ ജയിച്ച് നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ പുത്രനെ മരണത്തിനേൽപ്പിച്ച പിതാവിൻ്റെ സ്നേഹം ആർക്ക് മനസ്സിലായിട്ടുണ്ട്? ആർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്? ഇതാണ് പ്രിയപ്പെട്ടവരെ സുവിശേഷം. നീ മരിക്കേണ്ടവനായിരുന്നു, ഉറപ്പായിട്ടും നീ മരിക്കേണ്ടവനായിരുന്നു. ഇതാണ് ദൈവം എന്നോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നീ മരിക്കുന്നില്ലെങ്കിൽ പകരം എൻ്റെ മകൻ മരിച്ചതുകൊണ്ടാണ്, അവന് ഞാൻ മരണത്തിന് ഏൽപ്പിച്ചതുകൊണ്ടാണ്, അവൻ്റെ ചങ്ക് തുറക്കപ്പെട്ടതുകൊണ്ടാണ്, അവൻ്റെ ശിരസിൽ മുൾക്കിരീടമേറ്റതുകൊണ്ടാണ്, അവൻ്റെ കൈകാലുകളിൽ ആണിതറയ്ക്കപ്പെട്ടതുകൊണ്ടാണ്, അവൻ്റെ ശരീരം ഉഴുതുമറിക്കപ്പെട്ടതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നീ മരിക്കാത്തത്. അവൻ നീതി നടപ്പിലാക്കിയ ദൈവമാണ്. ആമേൻ. ദൈവമക്കളെ, ശിക്ഷ ഇളവ് ചെയ്യാൻ ദൈവത്തിന് കഴിയാഞ്ഞിട്ടല്ല, ശിക്ഷ നടപ്പിലാക്കിയാലേ നീതി നടപ്പിലാകൂ. പാപി മരിക്കാതിരിക്കാൻ പാപിക്ക് പകരം തൻ്റെ മകനെ മരണത്തിനേൽപ്പിച്ച ദൈവത്തിൻ്റെ സ്നേഹം, നീതി നടപ്പിലാക്കുവാൻ നിലപാടെടുത്ത ദൈവത്തിൻ്റെ സ്നേഹം, അതാണ് എന്നെയും നിങ്ങളെയും നിലനിർത്തുന്നതെങ്കിൽ ഇനി എന്തിന് ഈ ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്ന് മാറി നിൽക്കണം? ഇനി എന്തിന് ദൈവസ്നേഹത്തിൽ നിന്ന് അന്യരായി പോകണം? ഇനി എന്തിന് ദൈവത്തെ വിട്ട് ഒരു ജീവിതം നയിക്കണം? ക്രിസ്ത്യാനി എന്ന പേരും പേറി
അനേക കാലമായി നാം ഈ ലോകത്ത് ജീവിക്കുന്നു. ക്രൂശിക്കപ്പെട്ട യേശുവിനെ കാണേണ്ടതുപോലെ കണ്ടിട്ടുണ്ടോ? പുത്രനെ മരിക്കാൻ ഏൽപ്പിച്ച പിതാവാൻ ദൈവത്തിൻ്റെ അനന്ത സ്നേഹത്തിൻ്റെ ആഴം ഒരിക്കലെങ്കിലും അളന്നെടുത്തിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ആ ക്രൂശിൻ്റെ ചുവട്ടിലൊന്ന് മനഃപൂർവ്വം മുട്ടുകുത്താൻ തോന്നിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ആ സ്നേഹമോർത്തിട്ട് ചങ്ക് പൊട്ടി ഒന്ന് കരയാൻ കഴിഞ്ഞിട്ടുണ്ടോ? കോട്ടയം ജില്ലയുടെ ഒരു പള്ളിയിൽ, ഒരു മർത്തോമ പള്ളിയിലാണെന്നാണ് എൻ്റെ ഓർമ്മ, റോഡരികത്ത് കെട്ടിയ പന്തലിൽ ഞാൻ ദൈവസ്നേഹത്തെക്കുറിച്ച് പ്രസംഗിക്കുകയായിരുന്നു 12 വർഷങ്ങൾക്ക് മുമ്പ്. ഞാനിങ്ങനെ അട്ടഹസിച്ച് ആവർത്തിച്ച് പറഞ്ഞു, സ്നേഹിത, നീ എത്ര കഠിന പാപിയായാലും നിനക്ക് വേണ്ടി മരിച്ച ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് അവൻ നിൻ്റെ പാപം ക്ഷമിക്കാൻ മതിയായവനാണ്. അവൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു, അവൻ നിന്നോട് പുറത്തിരിക്കുന്നു, അവൻ നിന്നെ സ്നേഹിക്കുന്നു, അവൻ നിന്നെ വാരി മാറോട് ചേർക്കാൻ ഇഷ്ടപ്പെടുന്നു, അവൻ നിന്നെ നെറുകയിൽ ചുംബനം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു, അവൻ നിന്നെ സ്നേഹിക്കുന്നു. മദ്യപിച്ച് ലക്ക് കെട്ട് റോഡരികത്ത് ടെലഫോൺ പോസ്റ്റ് വട്ടം കെട്ടിപ്പിടിച്ച് നിന്ന വലിയ പാപ പരമ്പര ചെയ്തു കൂട്ടിയ ഒരു ചെറുപ്പക്കാരൻ ഈ വചനം കേട്ടുകൊണ്ടിരിക്കെ അവൻ്റെ ഉള്ളിൽ തീ കത്താൻ തുടങ്ങി. അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് അവൻ നെറ്റി ഈ ടെലഫോൺ പോസ്റ്റിലേക്ക് ആഞ്ഞാഞ്ഞിടിച്ചു. അവൻ്റെ നെറ്റി പൊട്ടി ചോരയൊഴുകി. അവൻ്റെ അലർച്ച കേട്ട് ഞാൻ പ്രസംഗം നിർത്തി. അവിടെ ഇരുന്ന ആളുകൾ ഓടിപ്പോയി. രക്തത്തിൽ മുങ്ങി ഒരു മനുഷ്യൻ നിൽക്കുകയാണ്. അവനെ പിടിച്ച് എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു, അവൻ ദൈവസ്നേഹം കേട്ട് ഉള്ളു പൊട്ടിപ്പോയവനാണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക. പിറ്റേ വർഷം ഞാൻ അതേ കൺവെൻഷന് പ്രസംഗിക്കാൻ ചെന്നപ്പോൾ ഈ മനുഷ്യൻ സുമുഖനായി ക്ലീൻ ഷേവ് ചെയ്ത് തൂവെള്ള ഷർട്ട് ഫുൾ സ്ലീവ് ഇട്ട് അവൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും അപ്പനും അമ്മയുമായി സത്യവേദ പുസ്തകം മാറോടിക്ക് പിടിച്ച് എൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി നിന്നിട്ട് ചോദിച്ചു, അച്ഛൻ എന്നെ അറിയുമോ? ഞാൻ പറഞ്ഞു, അറിയില്ല. കഴിഞ്ഞ ആണ്ടിൽ ഈ പന്തലിൽ അച്ഛൻ പ്രസംഗിച്ച രാത്രി ടെലഫോൺ പോസ്റ്റിൽ തലയിടിച്ച് പൊട്ടിച്ച് എൻ്റെ പാപത്തെക്കുറിച്ച് അനുദപിച്ച മനുഷ്യനാണ് ഞാൻ. 1 വർഷം ഞാൻ സ്വർഗത്തിലാണ് ജീവിച്ചത്. ഇത് നമുക്കും പ്രാപ്യമാണ്. ദൈവമക്കളെ, തിരിച്ചറിവിലേക്ക് എത്തണം. ശത്രുവിനെ മിത്രമാക്കി, ശത്രുവിനെ പുത്രനാക്കി, പക്ഷേ നീതി നടപ്പിലാക്കാതിരുന്നില്ല. സകല നീതിയും നടപ്പിലാക്കിയവൻ ഒടുവിൽ ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, എല്ലാം നിവൃത്തിയായി, എല്ലാം നിവൃത്തിയായി. നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നുവെന്ന് സങ്കീർത്തകൻ പാടുന്നു. നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ച ഇടമാണ് കാൽവരിയിലെ ക്രൂശ്. ഈ ക്രൂശിൻ്റെ നീതി ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടണം. അങ്ങനെ നീതിമാനായ ദൈവത്തിൻ്റെ നീതി ലോകം മുഴുവനും അറിയപ്പെടണം. അനേക ഹൃദയങ്ങളെ അത് ചലിപ്പിക്കണം. ആ നീതിയോട് ചേർന്ന് വരികയും എല്ലാവരും അതിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്യണം. ദൈവീക നീതിക്ക് അകത്തു വരാതെ ഒരുവനും രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല. രക്ഷയ്ക്ക് വേറെ വഴിയില്ല, വേറെ വാതിലില്ല. ആകയാൽ നാം ഈ നീതിയുള്ള ദൈവമൊരുക്കിയ വഴിയും വാതിലും സ്വന്തമാക്കുകയും അത് മാതൃകയാക്കുകയും ചെയ്യണം. മുറിവേൽപ്പിച്ചവരോടും വേദനിപ്പിച്ചവരോടും വൈരാഗ്യം വെച്ച് പുലർത്തി അവരെ തകർത്ത് കളയുന്നതല്ല ദൈവനീതി. അവർക്ക് വേണ്ടി അവരേൽക്കേണ്ട ശിക്ഷ സ്വയം ഏറ്റെടുത്ത് അവരെ വീണ്ടെടുത്ത് അവരെ മാറോട് ചേർക്കുന്നതാണ് ദൈവനീതി. അവരെ തൻ്റെ പക്ഷത്താക്കുവാൻ പുത്രനെ മരണശിക്ഷയ്ക്ക് വിധിച്ചതാണ് ദൈവനീതി. നമ്മളെ മുറിവേൽപ്പിച്ചവരോടും വേദനിപ്പിച്ചവരോടും നമ്മുടെ നിലപാട് ഇത് തന്നെ ആകണം. അപ്പോഴാണ് നാം ക്രിസ്ത്യാനികളാകുന്നത്. നാം സ്വീകരിക്കുമ്പോൾ, ഇതേ നിലപാട് നാം സ്വീകരിക്കുമ്പോൾ തെറ്റവൻ്റേതാണെങ്കിലും അത് എൻ്റേതാണ് എന്ന് സ്വയം സമ്മതിച്ച് ഏറ്റെടുത്ത് ശിക്ഷിക്കാതെ രക്ഷിക്കുന്ന ദൈവനീതി നമ്മിലൂടെ നിവൃത്തിയാവുകയാണ്. ആകയാൽ ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോട് പോലെയും കവിഞ്ഞ് ഒഴുകട്ടെ. നാം ഈ യേശുക്രിസ്തുവിനെ മാതൃകയാക്കി സകല നീതിയും നിവർത്തിച്ചവൻ്റെ സാക്ഷികളായി ഈ ലോകത്ത് ശിഷ്ടകാലം ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാകുന്നു. മറക്കരുത്, മറുക്കരുത്, മറുതലിക്കരുത്, മത്സരിക്കരുത്. ദൈവം നീതിമാനാകുന്നു. തലകളെ വണക്കാം, കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കരുണാസമ്പൂർണനും സർവശക്തനുമായ ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ ഭാഗ്യകരമായ കൺവെൻഷൻ്റെ സമാപന നിമിഷങ്ങൾ സമാഗതമായ സന്ദർഭത്തിൽ തൃപ്പാദപീഠത്തിൽ തലകുമ്പിട്ടിരിക്കുന്ന നിൻ്റെ മക്കളോട് മനസ്സലിവ് തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോട് പോലെയും കവിഞ്ഞൊഴുകട്ടെ എന്ന ആമോസ് പ്രവചന പ്രഖ്യാപനം
ഞങ്ങളുടെ ഹൃദയങ്ങളെ തൊട്ട് ഉലച്ച് കുലുക്കി ഇന്ന് രാത്രി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ചലനമുളവാക്കുവാൻ ഈ വചനത്തെ നീ ഉപയോഗപ്പെടുത്തിയതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കട്ടെ. ദൈവമേ, ഭാരത്തോടും ബലഹീനതയോടും നിന്റെ ദാസനെ ഒന്നുമറിയാതെ നിർത്തി നീ ബലപ്പെടുത്തിയത് കൊണ്ട് നിന്നെ സ്തുതിക്കട്ടെ. ഈ വചനം കേട്ട് മടങ്ങുമ്പോൾ ഞങ്ങൾ ധാർമ്മിക നീതി പാലിക്കുന്നവരും സാമൂഹിക നീതി ഉറപ്പുവരുത്തുന്നവരും ദൈവീക നീതി പ്രാപിക്കുന്നവരുമായി തീരുവാൻ, അത് പ്രഘോഷിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. നിൻ്റെ കരവും നിൻ്റെ കൃപയും നിൻ്റെ സ്നേഹവും നിൻ്റെ പരിപാലനവും നിരന്തരം ഞങ്ങളോട് കൂടെ ഇരിക്കണം. ദൈവമേ, ഞങ്ങളുടെ പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭയെ മേച്ച് ഭരിക്കുന്ന നിങ്ങളുടെ പിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭയിൽ നിൻ്റെ സാക്ഷ്യം വഹിക്കുന്ന പുരോഹിത ഗണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സകല ദൈവാലയങ്ങൾക്ക് വേണ്ടിയും സകല വിശ്വാസികൾക്ക് വേണ്ടിയും സകല കുടുംബങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ ഞങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളായി തീരണമേ. ഞങ്ങൾ പാദപീഠത്തിൽ ഇരുന്നത് ഞങ്ങളുടെ തലമുറകളുടെ അനുഗ്രഹത്തിനായി തീരണമേ. കർത്താവേ, അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച സന്ദേശങ്ങൾക്കായിട്ട് സ്തോത്രം. സകല മഹത്വവും കർത്താവ് എടുക്കണം. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.